Good evening. Evening, sir. നമ്മള് ഫസ്റ്റ് ഇയറിന്റെ റിവിഷൻ 4ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്നു. മോഷൻ ഇൻ എ പ്ലെയിൻ. കഴിഞ്ഞ ചാപ്റ്റർ മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ, അതിന് മുമ്പത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, ആദ്യത്തെ ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ്. കൃത്യമായി പഠിപ്പിക്കുന്നത് മറക്കാതെ സൂക്ഷിക്കുക. ഇനി പരീക്ഷയ്ക്ക് തൊട്ടടുത്തെത്തി നിൽക്കുന്ന സമയമാണ്. വീണ്ടും വീണ്ടും ഇത് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം കിട്ടണമെന്നില്ല. പറ്റുന്നിടത്തോളം നമ്മൾ ശ്രമിക്കുമെങ്കിൽ കൂടി. അതുകൊണ്ട് ഓരോ ചാപ്റ്ററും കഴിഞ്ഞു പോയാൽ ഇതാണ്ട് കഴിഞ്ഞു എന്നല്ല വിചാരിക്കേണ്ടത്. അതിൽ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക, പ്രധാനപ്പെട്ട പോയിന്റ്സ് ഓർമ്മിക്കുക, ദിവസം 1-2 ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ടത് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ പഴയത് കൈവിട്ട് പോവില്ല, പുതുത് പിടിച്ചെടുക്കുകയും ചെയ്യാം. പുതുതിലേക്ക് പോകുമ്പോൾ പഴയത് പോയാൽ വീണ്ടും ഈ പണികളൊക്കെ ആദ്യം ചെയ്യേണ്ടി വരുന്ന കൃത്യമായ ധാരണ എല്ലാവർക്കും ഉണ്ടായാൽ നല്ലത്. ഒപ്പം സെക്കൻഡ് ഇയറിന്റെ പഠനം കൊണ്ടുപോകുകയും വേണം. ഇന്ന് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. സെക്കൻഡ് ഇയറിന്റെ ഇംഗ്ലീഷും കഴിഞ്ഞു. 5 മണിക്ക് കെമിസ്ട്രിയും മാത്സും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ക്ലാസ് 4 മണിക്ക് ആരംഭിക്കുന്നത്. 5 മണിയാകുമ്പോഴേക്കും തീർക്കണം. എന്നാൽ നിങ്ങൾക്ക് വിക്ടേഴ്സ് ചാനലിന്റെ ക്ലാസ് കാണാം. ഒരു കാരണവശാലും വിക്ടേഴ്സ് ചാനല് അവോയ്ഡ് ചെയ്യരുത്. അതാണ് ബേസ്. അതിൽ നിന്നുകൊണ്ട് എക്സ്ട്രാ കാര്യങ്ങളാണ് അധ്യാപകർ ഓരോരുത്തരും ചെയ്യുന്നത്. വിക്ടേഴ്സ് ചാനൽ കേരളം മുഴുവൻ എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ക്ലാസ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നു. അപ്പൊ ഇതിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യേണ്ടത്, അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു ചെലവും ഇല്ലാതെ, ഒരു ഇന്റർനെറ്റിന്റെ റേഞ്ചും ആവശ്യമില്ലാതെ നിങ്ങളുടെ വീട്ടിലെ ഭൂമുഖത്ത് ടിവിയിലെത്തുന്ന ഏറ്റവും നിലവാരമുള്ള വിക്ടേഴ്സ് ചാനലിന്റെ ക്ലാസ് ഒരു കാരണവശാലും മുടക്കി പോകരുത്. അത് അതിനനുസരിച്ച് തന്നെ പോകണം. അതിലെ സംശയങ്ങൾ തീർക്കാൻ നമുക്ക് ഇങ്ങനത്തെ ക്ലാസ്സുകൾ ഉപയോഗിക്കുകയും ചെയ്യും. അപ്പൊ നമ്മളുടെ റിവിഷനിലേക്ക് നമുക്ക് പോവാം. മോഷൻ ഇൻ എ പ്ലെയിൻ, 2-dimensional മോഷൻ. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ഫോക്കസ് ഏരിയയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യത്തെ ഭാഗം ഇതിൽ മാത്തമാറ്റിക്സ് ആണ് ആദ്യം മുഴുവൻ പഠിപ്പിക്കുന്നത്. ഇതിന്റെ പകുതി ഭാഗവും മാത്സ് ആണ്. ഫോക്കസ് ഏരിയയിൽ അതിനെ കുറെ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ശുഷ്കിച്ചിട്ട് അതിനൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഇപ്പൊ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ളൂ, വെക്ടേഴ്സിനെ കുറിച്ച്. പക്ഷെ അത് മാത്രം പഠിച്ചാൽ, ഈ ചാപ്റ്ററിൽ നിന്ന് അത് മാത്രം ചിലപ്പോൾ ചോദ്യങ്ങൾ കാര്യമായിട്ട് വരുള്ളൂ. പക്ഷെ വരുന്ന ചാപ്റ്ററുകളിലൊക്കെ, അടുത്ത വർഷമൊക്കെ, സെക്കൻഡ് ഇയറിന്റെ ക്ലാസ്സുകളിലൊക്കെ വെക്ടേഴ്സിന്റെ അപ്ലിക്കേഷൻസ് നമ്മൾ വല്ലാതെ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സില് ഫോക്കസ് ഏരിയ ഓഫ് വെക്ടേഴ്സ് മാത്രമല്ല, ഫോക്കസ് ഏരിയയുടെ പുറത്തും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ഞാൻ പറഞ്ഞു പോകും. അപ്പൊ ഇന്നത്തെ ക്ലാസ് തീരുമ്പോൾ വെക്ടേഴ്സിൽ ഏറ്റവും മിനിമം നിങ്ങൾ എത്ര അറിയണം, ഈ വർഷത്തേക്കും അടുത്ത വർഷത്തേക്കും പ്രധാനപ്പെട്ട ഫോർമുലകളെങ്കിലും ഓർമ്മിച്ചു വെക്കാൻ ശ്രമിക്കണം. അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ആപ്ലിക്കേഷനും ചെയ്യാൻ അറിയണം. അപ്പൊ നമുക്ക് തുടങ്ങാം. എന്താണ് വെക്ടേഴ്സ്? നമുക്ക് ആദ്യം സ്കാലാർ എന്താണെന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ ജനറലായി 2 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, സ്കെലാർ ആൻഡ് വെക്ടർ. ആദ്യ ചാപ്റ്ററിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരുന്നു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഇപ്പൊ നമ്മൾ വേറൊരു തരത്തില് വേർതിരിക്കുന്നു, സ്കെലാർസ് ആൻഡ് വെക്ടേഴ്സ്. ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എന്ന് പറഞ്ഞാൽ അക്യുറേറ്റ് ആയി മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ. അവരെ നമ്മൾ സ്കെലാറും വെക്ടറും ആയിട്ട് വേർതിരിക്കുന്നു. മാഗ്നിറ്റ്യൂഡ് മാത്രം, ഡയറക്ഷൻ ഇല്ല, അത്തരം ഫിസിക്കൽ ക്വാണ്ടിറ്റികളാണ് സ്കെലാർ ക്വാണ്ടിറ്റികൾ. അവർക്കൊരു വില ഉണ്ടാവും, പക്ഷെ അവർക്ക് ദിശ ഉണ്ടാവില്ല. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിംഗ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ബട്ട് നോ ഡയറക്ഷൻ ഈസ് കോൾഡ് എ സ്കെലാർ ക്വാണ്ടിറ്റി. നമ്മൾ ഇതുവരെയും പഠിച്ച ക്വാണ്ടിറ്റികൾ ഏതൊക്കെയാണ്? മാസ് ഈസ് എ സ്കെലാർ, ടൈം ഈസ് എ സ്കെലാർ, ഡിസ്റ്റൻസ് ഈസ് എ സ്കെലാർ, ബോർഡിന്റെ മുകളിലുണ്ട്, സ്പീഡ് ഈസ് എ സ്കെലാർ. ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന ചാപ്റ്ററുകളിൽ പറയുന്ന വർക്ക്, പവർ, പ്രഷർ, എക്സെട്ര, ഇതൊക്കെ സ്കെലാർ ക്വാണ്ടിറ്റികൾക്ക് ഉദാഹരണങ്ങളാണ്. ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പരിചയപ്പെടുമ്പോഴും നിങ്ങൾ അതിന്റെ ഡയമെൻഷണൽ ഫോർമുല കാണുന്ന പോലെ, അതിന്റെ SI യൂണിറ്റ് എഴുതുന്ന പോലെ നിങ്ങൾ അത് സ്കെലാർ ആണോ വെക്ടർ ആണോ എന്ന് വേർതിരിച്ചറിയണം. വെക്ടേഴ്സ് നമ്മൾ ഇതുവരെയും പഠിച്ചത് എന്താണ്? വെക്ടർ എന്ന് പറഞ്ഞാൽ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ്, അതിനൊരു വില ഉണ്ടായിരിക്കും, ഒപ്പം അതിനൊരു ഡയറക്ഷനും കൂടി ഉണ്ടായിരിക്കും.
ബോത്ത് മാഗ്നറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികളാണ് വെക്ടേഴ്സ്. എക്സാമ്പിൾസ് നമ്മൾ ഇതുവരെയും പഠിച്ചത് ഡിസ്പ്ലേസ്മെന്റ് ആണ് ആദ്യം പഠിച്ച ക്വാണ്ടിറ്റി, പിന്നീട് വെലോസിറ്റി, ലീനിയർ മൊമെന്റം, ഇമ്പൾസ്, ആക്സിലറേഷൻ, ഫോഴ്സ് എക്സെട്ര. ഇനി വരാൻ പോകുന്ന ടോർക്ക് മുതലായിട്ടുള്ള ക്വാണ്ടിറ്റികളൊക്കെ വെക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ എന്താണ് സ്കെലാർ, എന്താണ് വെക്ടർ? എക്സാമ്പിൾസ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരെണ്ണം ചോദിക്കാൻ സാധ്യത എന്തായിരിക്കും? ഫോക്കസ് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ ക്വാണ്ടിറ്റികൾ നിങ്ങൾക്ക് തരും, എന്നിട്ട് ഇതിൽ നിന്ന് സ്കെലാറിനെയും വെക്ടറിനെയും ക്ലാസിഫൈ ചെയ്യാൻ പറയും. ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ ഒരു 4 എണ്ണം തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് സ്കെലാർ, ഏതൊക്കെയാണ് സ്കെലാർ വെക്ടർ എന്ന് തിരിച്ചറിയണം. അപ്പൊ നമ്മൾ പഠിക്കുന്ന ക്വാണ്ടിറ്റികളൊക്കെ അത് ഓർമ്മയിൽ വെക്കാൻ ശ്രമിക്കുക. ഇപ്പൊ തൽക്കാലം അറിയുന്ന കുറച്ച് ക്വാണ്ടിറ്റികൾ എക്സാമ്പിൾസ് എഴുതിയെന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുക? ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെ? നമുക്കറിയാം, ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു സ്ട്രൈറ്റ് ലൈൻ വേണം, അതിനൊരു ഏരോ മാർക്ക് വേണം, ഒരു ഒറിജിനും വേണം. ഇതാണ് അതിന്റെ തുടക്കം, ഇതാണ് അതിന്റെ ഒടുക്കം. ഈ വെക്ടർ, ഈ സ്ട്രൈറ്റ് ലൈനിന്റെ നീളം ആ വെക്ടറിന്റെ മാഗ്നറ്റ്യൂഡ് തരും. ഇതിന്റെ ഏരോ മാർക്ക് ആ വെക്ടറിന്റെ ഡയറക്ഷൻ തരും. അപ്പൊ ഒരു സ്ട്രൈറ്റ് ലൈൻ വിത്ത് ഏരോ മാർക്കാണ് വെക്ടർ. അപ്പൊ എ എന്ന് പറയുന്ന ഒരു വെക്ടറിനെ എനിക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അതിനെ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ എന്റെ മുകളിലൊരു ഏരോ മാർക്ക് ഇടും, അതാണ് എ വെക്ടർ ആണെന്നുള്ളതിന്റെ അർത്ഥം. നീ ഇങ്ങനെ നീളത്തിൽ വരച്ചു, ആ വരയുടെ നീളമാണ്, ആ നീളമാണ് ഈ വെക്ടറിന്റെ മാഗ്നറ്റ്യൂഡ്, അതിന്റെ ഏരോ മാർക്കാണ് ആ വെക്ടറിന്റെ ഡയറക്ഷൻ. മറ്റൊരു വെക്ടറിനെ ഞാൻ കാണിക്കുന്നു. ദിസ് ഈസ് അനദർ വെക്ടർ ബി. ഇപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക? എ എന്ന് പറയുന്ന വെക്ടറും ബി എന്ന് പറയുന്ന വെക്ടറും ഒരേ ഡയറക്ഷനിലാണ്. പക്ഷേ ബിന്റെ മാഗ്നറ്റ്യൂഡ് എന്റെ മാഗ്നറ്റ്യൂഡിനേക്കാൾ കൂടുതലാണ്, കാരണം ഇയാൾക്ക് നീളം കൂടുതൽ വരച്ചു. അപ്പൊ ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാൻ എ സ്ട്രൈറ്റ് ലൈൻ വിത്ത് ആൻ ഏരോ മാർക്ക്. The length of that straight line gives the magnitude of that vector and the arrow mark gives the direction of that vector. അപ്പോ ഇങ്ങനെയാണ് ഒരു വെക്ടറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചില വാക്കുകൾ പെട്ടെന്ന് പറഞ്ഞു പോവാം, അത്ര പ്രാധാന്യമുള്ളതല്ലെങ്കിലും ഫോക്കസ് ഏരിയയിൽ പറയുന്നു. ഒന്ന്, ഈക്വൽ വെക്ടേഴ്സ്. എപ്പോഴാണ് രണ്ട് വെക്ടേഴ്സിനെ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വെക്ടേഴ്സിനെ ഈക്വൽ വെക്ടേഴ്സ് ആവുക? ഒരു ചിത്രം കണ്ടാൽ നമുക്ക് വേഗം മനസ്സിലാവും. മാഗ്നറ്റ്യൂഡും ഡയറക്ഷനും തുല്യമാണ്. എ എന്ന് പറയുന്ന വെക്ടറിനെ ഞാൻ കാണിച്ചു, ബി എന്ന് പറയുന്ന വെക്ടറിനെ കാണിച്ചു. രണ്ടാൾക്കാർ ഒരേ നീളത്തിലാണ് വരച്ചത്, മാഗ്നറ്റ്യൂഡ് സെയിം. രണ്ടാൾക്കാരുടെ ഏരോ മാർക്കും ഒരേ ഡയറക്ഷനിലാണ്, ഒരേ ദിശയിലാണ് ഡയറക്ഷൻ. സോ നമ്മൾ പറയും വെക്ടർ എ ഈസ് ഈക്വൽ ടു വെക്ടർ ബി. അപ്പൊ രണ്ട് വെക്ടേഴ്സ് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വെക്ടേഴ്സ് ഈക്വൽ ആവണമെങ്കിൽ അവരുടെ മാഗ്നറ്റ്യൂഡും ഡയറക്ഷനും ഈക്വൽ ആവും. അപ്പൊ നമ്മൾ അടുത്ത വാക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്നതാണ് നെഗറ്റീവ് വെക്ടർ. എന്താണ് നെഗറ്റീവ് വെക്ടർ? വീണ്ടും ഞാൻ വരയ്ക്കുന്നു. എ എന്ന് പറയുന്ന വെക്ടർ ഇങ്ങനെ ഇരിക്കുന്നു. അടുത്ത വെക്ടർ അതേ മാഗ്നറ്റ്യൂഡ് ആണ്, പക്ഷെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി ബി എന്ന് പറയുന്ന വെക്ടർ. ഇപ്പൊ നമ്മൾ പറയും മാഗ്നറ്റ്യൂഡ് ഓഫ് എയും മാഗ്നറ്റ്യൂഡ് ഓഫ് ബിയും സെയിം ആണ്, ഒരേ നീളമാണ്, പക്ഷെ ഏരോ മാർക്ക് നേരെ തിരിഞ്ഞുപോയി. Therefore എ എന്ന് പറയുന്ന വെക്ടറിന്റെ നെഗറ്റീവ് വെക്ടർ ആണ് ബി. തിരിച്ചെഴുതിയാൽ ബി എന്ന് പറയുന്ന വെക്ടറിന്റെ നെഗറ്റീവ് വെക്ടർ ആണ് എ. അപ്പൊ എയും ബിയും പരസ്പരം നെഗറ്റീവ് വെക്ടേഴ്സ് ആവും എപ്പോൾ? ഒരേ മാഗ്നറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷനും വന്നാൽ. ഓർമ്മയിൽ വെക്കണം, കാരണം ഇത് വെക്ടർ അഡീഷനിൽ നമ്മൾ നെഗറ്റീവ് വെക്ടർ ആവശ്യം വരും. അപ്പൊ ചില പേരുകൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. ഈക്വൽ വെക്ടർ, നെഗറ്റീവ് വെക്ടർ ഓർമ്മിക്കുക. അടുത്ത വാക്ക് വേണ്ടതാണ് കോ ഇനീഷ്യൽ വെക്ടേഴ്സ്. കോ ഇനീഷ്യൽ വെക്ടേഴ്സ്. കോ ഇനീഷ്യൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരേ പോയിന്റ് നിന്ന് തുടങ്ങുന്ന വെക്ടേഴ്സ്. വെക്ടർ എ, വെക്ടർ ബി, വെക്ടർ സി. ഇപ്പൊ മൂന്ന് വെക്ടേഴ്സിനെ ഞാൻ കാണിച്ചിട്ടുണ്ട്. മൂന്നാൾക്കാരുടെയും ഒറിജിൻ, തുടക്കം സെയിം ആണ്. അതുകൊണ്ട് ഈ മൂന്ന് വെക്ടേഴ്സിനെ നമുക്ക് വിളിക്കാം കോ ഇനീഷ്യൽ വെക്ടേഴ്സ്. അവർ ഈക്വൽ വെക്ടർ ഒന്നല്ല, അവർ നെഗറ്റീവ് വെക്ടർ ഒന്നല്ല, പക്ഷെ അവരുടെയൊക്കെ തുടക്കം ഒരേ പോയിന്റിൽ നിന്നായതുകൊണ്ട് ദേ ആർ കോൾഡ് കോ ഇനീഷ്യൽ വെക്ടേഴ്സ്. അടുത്തൊരു വാക്ക് പറയുന്നതാണ് കൊളീനിയർ വെക്ടേഴ്സ്. കൊളീനിയർ വെക്ടേഴ്സ്. കൊളീനിയർ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പൊ എ എന്ന് പറയുന്നൊക്കെ എക്സാമ്പിൾ ഓർമ്മിച്ചാണ്. എ എന്ന് പറയുന്ന ഒരു വെക്ടർ, ബി എന്ന് പറയുന്ന ഒരു വെക്ടർ, സി എന്ന് പറയുന്ന ഒരു വെക്ടർ, മൂന്നെണ്ണത്തിനെ ഞാൻ കാണിച്ചു. ഈ മൂന്നാൾക്കാരും കൊളീനിയർ ആണ്. എന്താ കൊളീനിയർ എന്ന് പറഞ്ഞാൽ? ഒന്നുകിൽ ഒരേ ഡയറക്ഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. മാഗ്നറ്റ്യൂഡ് യാതൊരു കണ്ടീഷനും ഇല്ല, സെയിം മാഗ്നറ്റ്യൂഡ് ആവണമെന്നോ അല്ലയോ എന്നൊന്നും പറഞ്ഞില്ല. ഒരേ ഡയറക്ഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. മാഗ്നറ്റ്യൂഡ് എന്തായാലും കുഴപ്പമില്ല. ഇത്തരം വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് കൊളീനിയർ വെക്ടേഴ്സ്. അപ്പൊ എല്ലാ ഈക്വൽ വെക്ടേഴ്സും കൊളീനിയർ വെക്ടേഴ്സ് ആണ്. എല്ലാ നെഗറ്റീവ് വെക്ടേഴ്സും കൊളീനിയർ വെക്ടേഴ്സ് ആണ്. ഒരേ ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നവരൊക്കെ നമുക്ക്
കൊളീനിയർ വെക്ടേഴ്സിൽ പെടുത്താം. അപ്പൊ അടുത്ത വാക്ക് ഉപയോഗിക്കുന്നതാണ് കോപ്ലാനാർ വെക്ടേഴ്സ്. ഇതൊക്കെ ജസ്റ്റ് കേട്ടു പോകാനുള്ളൂ. ചിലപ്പോൾ വല്ല ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി വരും. NCERT പറഞ്ഞ പോയിന്റ്സ് ഫോക്കസ് ഏരിയയിലുള്ളത്. കോപ്ലാനാർ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരേ പ്ലെയിനിലുള്ള വെക്ടേഴ്സ്. വെക്ടർ എനെ ഞാൻ ഈ ബോർഡിന്റെ മുകളിൽ വരച്ചത്. ഈ വെക്ടർ ബിയും ഈ ബോർഡിന്റെ മുകളിലായിരിക്കണം. വെക്ടർ സിയും ഈ ബോർഡിന്റെ മുകളിലായിരിക്കണം. ഇപ്പോ ഞാൻ അവര് തമ്മിൽ ഒരേ ദിശയാണെന്നോ ഒരേ മാഗ്നിറ്റ്യൂഡ് ആണെന്നോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരേ പ്ലെയിനിൽ നിങ്ങൾ വരയ്ക്കുന്ന പേപ്പറിൽ എത്ര വെക്ടേഴ്സ് വരച്ചോളൂ, അവരൊക്കെ കോപ്ലാനാർ വെക്ടേഴ്സ് ആണ്. അപ്പൊ എല്ലാ കൊളീനിയർ വെക്ടേഴ്സും കോപ്ലാനാർ ആണ്. എല്ലാ ഈക്വൽ വെക്ടേഴ്സും കോപ്ലാനാർ ആണ്. എല്ലാ നെഗറ്റീവ് വെക്ടേഴ്സും കോപ്ലാനാർ ആണ്. ഇങ്ങനെയൊക്കെ വല്ല സ്റ്റേറ്റ്മെന്റുകൾ ചോദിക്കാം. ഇസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം. അപ്പൊ എല്ലാ ഈക്വൽ വെക്ടേഴ്സും എല്ലാ നെഗറ്റീവ് വെക്ടേഴ്സും കൊളീനിയർ വെക്ടേഴ്സ് ആണ്. എല്ലാ ഈക്വൽ വെക്ടറും എല്ലാ നെഗറ്റീവ് വെക്ടറും എല്ലാ കൊളീനിയർ വെക്ടേഴ്സും കോപ്ലാനാർ വെക്ടേഴ്സിൽ പെടും. ഒരേ പ്ലെയിനിലാണ് അവരൊക്കെ വരിക. അപ്പൊ ഈ വാക്കുകളൊക്കെ വേഗം കേട്ടുമ്പോ കോ ഇനീഷ്യൽ വെക്ടർ എന്ന് പറഞ്ഞാൽ അതിൽ പെടുന്നില്ല കേട്ടോ. അതൊരേ ഒറിജിൻ ആവണം എന്നാണ്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അടുത്തൊരു വാക്കിലേക്ക് നമ്മൾ കയറുകയാണ്. നമ്മൾ പല സ്ഥലത്തും അപ്ലിക്കേഷൻ വരുന്ന യൂണിറ്റ് വെക്ടർ. വാട്ട് ഈസ് യൂണിറ്റ് വെക്ടർ? അത് നിർബന്ധമാണ്, ബൈഹാർട്ട് പഠിച്ചോളണം. യൂണിറ്റ് വെക്ടർ, യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന്. മാഗ്നിറ്റ്യൂഡ് 1 ഉള്ള വെക്ടർ ആണ് യൂണിറ്റ് വെക്ടർ. ഏതൊരു വെക്ടറിനും മാഗ്നിറ്റ്യൂഡ് എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, ഒരു യൂണിറ്റ് വെക്ടറിനെ ഉണ്ടാക്കാം. ഏതൊരു വെക്ടറിനും ഒരു യൂണിറ്റ് വെക്ടറിനെ ഉണ്ടാക്കാം. അതേ മാഗ്നിറ്റ്യൂഡ് അല്ല, അതേ ഡയറക്ഷൻ ആയിരിക്കും, പക്ഷെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. ഏതൊരു വെക്ടറിന്റെയും അതേ ഡയറക്ഷനിലുള്ളതും എന്നാൽ മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്ടറാണ് യൂണിറ്റ് വെക്ടർ. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന ഒരു വെക്ടറിനെ നമ്മൾ കാണിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് എ എന്ന് പറയുന്ന വെക്ടർ. ഇത് വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം. 1, 2, 3, 4. 4 നീളമുള്ള ഒരു വെക്ടറാണ്. സെന്റിമീറ്ററിന് എന്ത് വേണമെങ്കിൽ യൂണിറ്റ് പറഞ്ഞു. അപ്പൊ 4 മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു വെക്ടറാണ് എ. ചിത്രത്തിൽ ക്ലിയർ ആണല്ലോ. 4 മാഗ്നിറ്റ്യൂഡ്, 4 ആണ് അതിന്റെ നീളം, ഡയറക്ഷൻ അങ്ങോട്ടാണ്. ഈ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാൻ ശ്രദ്ധിച്ചോളുക. എന്റെ മുകളിൽ ഒരു ക്യാപ്പ് ഇടുക. എ ക്യാപ്പ് എന്ന് വായിക്കാം. യൂണിറ്റ് വെക്ടർ ഓഫ് എ ഈസ് എ ക്യാപ്പ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 1 ആയിരിക്കണം. ഡയറക്ഷൻ അതേപോലെ ആയിരിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? എ എന്ന് പറയുന്ന വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ടായിരിക്കുക. എ എന്ന് പറയുന്ന വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് അടിച്ചാൽ, ഇതിന്റെ മാഗ്നിറ്റ്യൂഡിനെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് അടിച്ചാൽ മാഗ്നിറ്റ്യൂഡ് 1 ആയി മാറും. ഡയറക്ഷൻ അതേപോലെ നിൽക്കുകയും ചെയ്യും. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താവും ചിത്രത്തിൽ വരിക? 4 മാഗ്നിറ്റ്യൂഡിനെ 4 കൊണ്ട് അടിച്ചാൽ 4 4 വെട്ടിപ്പോയി 1 ആയി. മാഗ്നിറ്റ്യൂഡ് 1 ആയി, ഡയറക്ഷൻ അതേപോലെ. അപ്പൊ ഇത് അങ്ങനെ വരും. കണ്ടോ? ദിസ് ഈസ് എ ക്യാപ്പ്. ഇത് ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് ഇനി എല്ലാം മനസ്സിലാവും. അപ്പൊ എ എന്ന് പറയുന്ന വെക്ടർ ഇവിടെ 4 മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു വെക്ടറാണ്. അതിനെ അതേ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് അടിച്ചാൽ മാഗ്നിറ്റ്യൂഡ് 1 ആവും, പക്ഷെ ഡയറക്ഷൻ അതേപോലെ ഉണ്ടാവും. 4 മാഗ്നിറ്റ്യൂഡ് ഉള്ള ആൾക്ക് പകരം ഇവിടെ മാഗ്നിറ്റ്യൂഡ് 1 ആയി, പക്ഷെ അതേ ഡയറക്ഷൻ. ദിസ് ഈസ് കോൾഡ് യൂണിറ്റ് വെക്ടർ ഓഫ് വെക്ടർ ബി. അപ്പോ ഒരു വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മാഗ്നിറ്റ്യൂഡ് 1 ഉള്ള എന്നാൽ ആദ്യത്തെ വെക്ടറിന്റെ അതേ ഡയറക്ഷനുള്ള വെക്ടറിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ. ഓക്കെ, ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ 3 ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് ഉണ്ട്. നമുക്ക് പഠിച്ച വാക്ക് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. ഓർത്തോഗണൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം മ്യൂച്വലി പെർപെൻഡിക്കുലർ, പരസ്പര ലംബങ്ങളായിട്ടുള്ള യൂണിറ്റ് വെക്ടേഴ്സ്. ആരൊക്കെയാണ് പരസ്പര ലംബങ്ങളായിട്ടുള്ള ആക്സിസുകൾ? നമുക്കറിയാം, എക്സ് ആക്സിസ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വൈ ആക്സിസ്. ഇനി ബോർഡിന് പെർപെൻഡിക്കുലർ ആണ്, ഇങ്ങോട്ടാണ്. എനിക്കത് കാണിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഡോട്ട് ഇട്ട് കാണിക്കുന്നു. ഇത് സെഡ് ആക്സിസ്. അപ്പൊ 3 ഡയറക്ഷൻ, എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, ഇവിടുന്ന് ഇങ്ങോട്ട് സെഡ് ഡയറക്ഷൻ, മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഈ ഡയറക്ഷൻസിലുള്ള യൂണിറ്റ് വെക്ടേഴ്സ്, ഇവിടെ മാഗ്നിറ്റ്യൂഡ് 1 ഉള്ള ഈ യൂണിറ്റ് വെക്ടറിനെ വിളിക്കുന്ന പേരാണ് ഐ ക്യാപ്. ഇവിടെ മാഗ്നിറ്റ്യൂഡ് 1 ഉള്ള യൂണിറ്റ് വെക്ടറിനെ വിളിക്കുന്ന പേരാണ് ജെ ക്യാപ്. അതേപോലെ ഇവിടെ യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടറിനെ വിളിക്കുന്ന പേരാണ് കെ ക്യാപ്. എക്സ് ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ ആണ് ഐ ക്യാപ്, വൈ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ ആണ് ജെ ക്യാപ്, സെഡ് ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ ആണ് കെ ക്യാപ്. അപ്പൊ ഐ ക്യാപ്പും ജെ ക്യാപ്പും കെ ക്യാപ്പും സ്പേസില് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയ യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. അവരെ വിളിക്കുന്ന പേരാണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഐ ക്യാപ് ഇസ് ഈക്വൽ ടു, ഇപ്പൊ ഈ എഴുതിയ പോലെയാണെങ്കിൽ എക്സ് ഡയറക്ഷനിലാണ് എക്സ് ബൈ മോഡുലസ് ഓഫ് എക്സ്. അതുപോലെ ജെ ക്യാപ് ഇസ് ഈക്വൽ ടു
y vector divided by modulus of y. Okay, and k cap is equal to z vector divided by modulus of z. ഇതിനൊന്നും വിശദമായിട്ടൊന്നും അറിയേണ്ട, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും യഥാക്രമമുള്ള യൂണിറ്റ് വെക്ടേഴ്സ് ആണ് ഐ ക്യാപ്പും ജെ ക്യാപ്പും കെ ക്യാപ്പും. അവർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അവരെ വിളിക്കുന്ന പേരാണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ എന്താണ് ഇതിന്റെ പ്രാധാന്യം? ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏതൊരു വസ്തുവിന്റെയും പൊസിഷൻ കാണിക്കാം, അല്ലെങ്കിൽ വെലോസിറ്റി കാണിക്കാം, ആക്സിലറേഷൻ കാണിക്കാം. അവരെയാണ് നമ്മളെ ഫിസിക്കൽ ആയിട്ടുള്ള വെക്ടർ ക്വാണ്ടിറ്റീസ്. അപ്പൊ ഈ കാര്യങ്ങളെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കാം ഈ ഐ ക്യാപ്പും ജെ ക്യാപ്പും കെ ക്യാപ്പും. അപ്പൊ ഒരു എക്സാമ്പിൾ, അടുത്ത വാക്ക് ഞാൻ പറയാൻ പോവാണ്, പൊസിഷൻ വെക്ടർ. പൊസിഷൻ വെക്ടർ നമുക്ക് ഫിസിക്സിലേക്ക് വന്നോട്ടെ. ഇതുവരെ പറഞ്ഞതൊക്കെ ജനറൽ ആയിട്ട് മാത്സിന്റെ കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ പറയുന്നത് പൊസിഷൻ വെക്ടർ. ഇതൊക്കെ ഫോക്കസ് ഏരിയയിലുണ്ട്, ഫിസിക്സിലേക്ക് കയറി. അപ്പൊ എന്താണ് പൊസിഷൻ വെക്ടർ? നമ്മളെ എക്സും വൈയും സെറ്റും വെച്ചിട്ടാണല്ലോ ഒരു വസ്തുവിന്റെ പൊസിഷനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക. സെറ്റ് ആക്സിസ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഇവിടെ ഐ ക്യാപ്പ് ജെ ക്യാപ്പ് കെ ക്യാപ്പ് പറഞ്ഞു, അതേപോലെ ഉണ്ടോ. ഇതാണ് അതിന്റെ ഒറിജിൻ. ഇതിനെയാണ് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയാം. കഴിഞ്ഞ ചാപ്റ്ററിൽ ആദ്യത്തെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞ പോയിന്റ് ആണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. എവിടെ നിന്നുകൊണ്ടാണോ നിങ്ങൾ മോഷൻ അല്ലെങ്കിൽ റെസ്റ്റ് ഒക്കെ ഒബ്സർവ് ചെയ്യുന്നത്, ആ പ്ലാറ്റ്ഫോമിനെ വിളിക്കുന്ന പേരാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. അതിനനുസരിച്ചാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ് ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, എക്സ് വൈ സെഡ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസുകൾ. അതിന്റെ ഒറിജിൻ ആണ് ഓ. ഒരു വസ്തു ഈ ബോർഡിന്റെ മുകളിലോ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും ഇരിക്കട്ടെ, ലെറ്റ് ഇറ്റ് ബി അറ്റ് പൊസിഷൻ എ എന്ന് പറയുന്ന പൊസിഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഒറിജിൻ ഓനായിട്ട് പൂജ്യത്തിനായിട്ട് കൂട്ടി വരയ്ക്കുക ഈ വസ്തുവിന്റെ പൊസിഷൻ. ഈ വരയ്ക്കുന്ന സ്ട്രൈറ്റ് ലൈൻ ആണ് ഒ എ എന്ന് പറയുന്ന സ്ട്രൈറ്റ് ലൈൻ ആണ് അതിന്റെ പൊസിഷൻ വെക്ടർ. ഉപയോഗിക്കുന്ന അക്ഷരം ആർ. അത് സമയം മാറുമ്പോൾ മാറും. അതുകൊണ്ട് നമ്മളിപ്പോ അതിനെ നമുക്ക് ഇപ്പൊ തൽക്കാലം T1 എന്നുള്ള സമയത്താണെങ്കിൽ RT1 വിളിക്കാം. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആ വസ്തു ബി എന്നുള്ള പൊസിഷനിലേക്ക് നീങ്ങിയെത്തി. അപ്പൊ പുതിയ പൊസിഷൻ വെക്ടർ എന്തായിരിക്കും? ഇതാ പുതിയ പൊസിഷൻ വെക്ടർ. ഏരോ മാർക്ക് ശ്രദ്ധിച്ചോട്ടെ, പുറത്തേക്ക് ഏരോ മാർക്ക് ഇടണം. ഇപ്പൊ സമയം T1 അല്ല T2 ആയിട്ട് മാറി. അപ്പൊ ന്യൂ പൊസിഷൻ വെക്ടർ ഈസ് RT2. അപ്പോ T1 സമയത്തുള്ള പൊസിഷൻ വെക്ടർ ആണ് RT1, T2 സമയത്തുള്ള പൊസിഷൻ വെക്ടർ ആണ് RT2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് അതിൽ നിന്ന് എഴുതാം. എങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് എഴുതാം? എയിൽ നിന്ന് ബിയിലേക്ക് ഇങ്ങനെയാണ് പോയത്. സോ ദിസ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഫൈനൽ പൊസിഷൻ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എസ് ഈസ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ വെക്ടർ, ദാറ്റ് ഈസ് വെക്ടർ RT2 ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ RT1. ഇതൊക്കെ ഓർമ്മയിൽ വെച്ചോളാം. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഈസ് ഗിവൺ ബൈ യൂണിഫോം മോഷൻ ആണ് നടത്തുന്നതെങ്കിൽ displacement by time ആണ്. That is RT2 final position minus RT1 initial position. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ആയി divided by T2 minus T1. ഇതാണ് അതിനടുത്ത സമയം. അപ്പൊ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റിനെയും വെലോസിറ്റിയും ഒക്കെ പൊസിഷൻ വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ കണ്ടുപിടിക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താണ് പൊസിഷൻ വെക്ടർ? കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എക്സ് വൈ സെറ്റിലേക്ക് ഒറിജിനിലേക്ക് ഒരു വസ്തുവിന്റെ പൊസിഷനെ കൂട്ടി വരയ്ക്കുന്ന സ്ട്രൈറ്റ് ലൈൻ വിത്ത് ആൻ ഔട്ട്വേർഡ് ഏരോ മാർക്ക്. പുറത്തേക്ക് ഏരോ മാർക്ക് ഇടുക. അപ്പൊ എ എന്നുള്ള പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ ഓയും എയും കൂട്ടി വരയ്ക്കുക, പുറത്തേക്ക് ഏരോ മാർക്ക് ഇടുക. അതാണ് അപ്പോഴത്തെ പൊസിഷൻ വെക്ടർ. ആ സമയത്തെ പൊസിഷൻ വെക്ടർ ആണത്. അതിന് സാധാരണ ഉപയോഗിക്കുക ആർ എന്നുള്ള വെക്ടർ ആണ്. ബ്രാക്കറ്റില് സമയത്തിനായിട്ട് ബന്ധമുള്ളത് കൊണ്ട് അവിടുത്തെ ആ സമയത്തുള്ള സമയം എഴുതും. അപ്പൊ 0 സമയമാണ് ഇനീഷ്യൽ ടൈം ആയിട്ട് എടുക്കുകയാണെങ്കിൽ R0 എന്ന് എഴുതും. T സമയം കഴിഞ്ഞിട്ടാണ് എടുക്കണമെങ്കിൽ RT എന്ന് എഴുതും. അപ്പൊ T1 T2 എന്ന് പറയാൻ 0 T എന്നൊക്കെ നിങ്ങൾക്ക് എഴുതി പോകും. അപ്പോൾ T2 സമയം ആയപ്പോഴേക്കും ഈ ഒബ്ജക്ട് ബി എന്നുള്ള പൊസിഷനിലെത്തി. അപ്പൊ പുതിയ പൊസിഷൻ വെക്ടർ ഓനെയും ബിനെയും കൂട്ടി വരച്ച സ്ട്രൈറ്റ് ലൈൻ പുറത്തേക്ക് ഏരോ മാർക്ക്. അതിനെ പേര് വിളിച്ചു RT2. മനസ്സിലായല്ലോ? അപ്പൊ പൊസിഷൻ വെക്ടർ എന്താണെന്ന് മനസ്സിലാക്കുക. പൊസിഷൻ വെക്ടർ ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ ആണ് ആ വസ്തുവിനുണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വെലോസിറ്റിയിലേക്കും ആക്സിലറേഷനിലേക്കും ഒക്കെ കടന്നു പോകാൻ സാധിക്കും. അപ്പൊ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നെയിമാണ് പൊസിഷൻ വെക്ടർ, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ, അതുപോലെ തന്നെ വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റ് കാണാൻ വീണ്ടും ഞാൻ പറയുന്നു ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ. കഴിഞ്ഞ ചാപ്റ്ററിൽ പറയുമ്പോൾ നമ്മൾ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ എന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇപ്പൊ ക്ലിയർ ആയി ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ. ഓക്കെ, അപ്പൊ ഈ ഇത്രയും കാര്യങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ വെക്ടേഴ്സിനെ കുറിച്ച് നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഫോക്കസ് ഏരിയയിൽ ഇത്രയേ ഉള്ളൂ. ഇനി നേരെ ഫോക്കസ് ഏരിയയുടെ രണ്ടാമത്തെ ഭാഗം പ്രൊജക്ടൈൽ മോഷൻ പഠിപ്പിക്കാനുണ്ട്. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾക്ക് പ്രൊജക്ടൈൽ മോഷൻ അല്ല ഇനി ഒരു ചാപ്റ്ററും പഠിക്കാൻ പറ്റില്ല.
അതുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട മറ്റു ചില പോയിന്റ്സും കൂടിയും വെക്ടേഴ്സിൽ പറഞ്ഞു തരാൻ പോവുകയാണ്. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്, ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇതൊന്നും കൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെക്ടർ അഡീഷൻ. വെക്ടർ അഡീഷൻ എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റ് കണ്ടുപിടിക്കുക. റിസൾട്ടന്റ് ഓഫ് വെക്ടേഴ്സ്. എന്താ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ രണ്ടോ രണ്ടിൽ കൂടുതൽ വെക്ടേഴ്സോ ഒന്നിച്ച് ആക്ട് ചെയ്താൽ അവരുടെ ആകെ ഇഫക്റ്റിനെ കാണിക്കുന്ന വെക്ടറാണ് റിസൾട്ടന്റ് വെക്ടർ. ഒന്നിൽ കൂടുതൽ വെക്ടേഴ്സ് ഒരേ സമയത്ത് പ്രയോഗിക്കപ്പെട്ടാൽ എന്താണെങ്കിലും, ഫോഴ്സ് ആണെങ്കിലും വർക്കാണെങ്കിലും പ്രഷർ ആണെങ്കിലും വെലോസിറ്റി ആണെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിലും ഒക്കെ ഏത് വെക്ടേഴ്സ് ആണെങ്കിലും ഒന്നിൽ കൂടുതൽ വെക്ടേഴ്സ് ഒന്നിച്ച് ആക്ട് ചെയ്താൽ അതിന്റെ ആകെ ഫലം ഇഫക്റ്റ് കാണിക്കുന്ന വെക്ടറാണ് റിസൾട്ടന്റ് വെക്ടർ. ചുരുക്കി പറഞ്ഞാൽ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ സം എന്നർത്ഥം, അഡീഷൻ എന്നർത്ഥം. അപ്പോൾ രണ്ടോ രണ്ടിൽ കൂടുതൽ വെക്ടേഴ്സോ ആഡ് ചെയ്താൽ കിട്ടുന്ന വെക്ടറിനെ വിളിക്കുന്ന പേരാണ് റിസൾട്ടന്റ് വെക്ടർ. അതിൽ നമ്മൾ രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യുന്നത് നന്നായിട്ട് പഠിക്കുക. രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യാൻ പഠിച്ചാൽ എത്ര വെക്ടേഴ്സിനെ വേണമെങ്കിലും അതിനോട് ചേർത്ത് ആഡ് ചെയ്യാം. അതുകൊണ്ട് രണ്ട് വെക്ടേഴ്സിനെ ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആദ്യത്തെ നിയമം ഓർമ്മയിൽ വെക്കണം. ദാറ്റ് ഈസ് ട്രയാങ്കിൾ ലോ. നിങ്ങൾക്ക് എവിടേക്കോ ആപ്ലിക്കേഷൻസ് വരും. ഫോക്കസ് ഏരിയയിലൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് ആവശ്യം വരും. എന്താ ട്രയാങ്കിൾ ലോ? ശ്രദ്ധിക്കാം. എന്റെ കയ്യിൽ ഇപ്പോ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ഒന്ന് പി എന്ന് പറയുന്ന വെക്ടറാണ്. രണ്ടാമത്തെ വെക്ടർ എവിടെയോ ഇരിക്കുകയാണ്. ഇതാണ് അതിന്റെ രണ്ടാമത്തെ വെക്ടർ. ലെറ്റ് ഇറ്റ് ബി ക്യൂ. ഈ ക്യൂവിനെ ഞാൻ ഒടിക്കാതെ വളയ്ക്കാതെ ചലിക്കാതെ മെല്ലെ അവിടുന്ന് നിരക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നു വെച്ചു. എവിടെ കൊണ്ടുവന്നു വെച്ചു? ഈ പി എന്ന് പറയുന്ന വെക്ടറിന്റെ ഹെഡിൽ കൊണ്ടുവന്നു വെച്ചു. അതായത് ഏരോ മാർക്കിന്റെ മുകളിൽ കൊണ്ടുവന്നു വെച്ചു. ആര്? ക്യൂ എന്ന് പറയുന്ന വെക്ടറിന്റെ ഹെഡ് അല്ല, ക്യൂ എന്ന് പറയുന്ന വെക്ടറിന്റെ ടെയിൽ, അടിഭാഗം ഇവിടെ കൊണ്ടുവന്നു വെച്ചു. ഇങ്ങനെ വെക്കുന്നതിനെ പറയുന്ന പേരാണ് സെയിം ഓർഡറിൽ വെക്കുക. ഒരു വെക്ടറിന്റെ ഹെഡില് മറ്റേ വെക്ടറിന്റെ ടെയിൽ വെക്കുന്നതിനെ പറയുന്ന പേരാണ് സെയിം ഓർഡർ. അപ്പോ പി എന്ന് പറയുന്ന വെക്ടറും ക്യൂ എന്ന് പറയുന്ന വെക്ടറും സെയിം ഓർഡറിൽ ഞാൻ വെച്ചു. അതായത് മുട്ടിയിട്ട് ഇങ്ങനെ വെച്ചു. വേറെ എവിടെ ഇരിക്കുന്ന ക്യൂനെ ഞാൻ പിന്റെ അടുത്ത് കൊണ്ടുവന്നു, അല്ലെങ്കിൽ പിനെ ഞാൻ ക്യൂവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി, എന്ത് വേണമെങ്കിൽ പറയാം. ഇനി ഈ രണ്ട് വെക്ടേഴ്സിന്റെ ടോട്ടലാണ് നമുക്ക് കാണേണ്ടത്, അഡീഷൻ ആണ് കാണേണ്ടത്, അല്ലെങ്കിൽ റിസൾട്ടന്റ് ആണ് കാണേണ്ടത്. മൂന്നാമത്തെ ഈ ആളുടെ ഹെഡും ഈ ആളുടെ ടെയിലും തമ്മിൽ മൂന്നാമത്തെ സൈഡായിട്ട് ക്ലോസ് ചെയ്യുക, ഒരു ത്രികോണമാക്കി മാറ്റുക, ഒരു ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിളിന്റെ ഈ രണ്ട് സൈഡുകൾ ഇപ്പൊ നമ്മൾ പിയും ക്യൂ ആണ്. ഈ മൂന്നാമത്തെ സൈഡ് ഓപ്പോസിറ്റ് ഓർഡറിൽ ഏരോ മാർക്ക് ഇടാം. സെയിം ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ ഹെഡിലേക്ക് ഇവിടെ ടെയിലാണ് വരുന്നത്, ഇവിടേക്കാണ് ഹെഡ് വരുന്നത്. പക്ഷെ റിവേഴ്സ് ഓർഡറിൽ ഏരോ മാർക്ക് ഇടാം. അപ്പൊ റിവേഴ്സ് ഓർഡർ ഇതാണ്. ഇതായിരിക്കും റിസൾട്ടന്റ്. റിസൾട്ടന്റിന് സാധാരണ R എന്നുള്ള അക്ഷരം ഉപയോഗിക്കാം. ഈക്വൽ ടു ആരൊക്കെ കൂട്ടിയതാണ്? വെക്ടർ പിയും വെക്ടർ ക്യൂവും കൂടി കൂട്ടിയതാണ്. അപ്പൊ വെക്ടർ പി പ്ലസ് വെക്ടർ ക്യൂ ഇസ് ഈക്വൽ ടു റിസൾട്ടന്റ്. എവിടുന്ന് കിട്ടി? ഇഫ് ടു വെക്ടേഴ്സ് ക്യാൻ ബി റെപ്രസെന്റഡ് by the two sides of a triangle taken in the same order, then the third side taken in the reverse order, arrow mark ഇങ്ങോട്ടല്ല അങ്ങോട്ട് ഇട്ടു, it gives the resultant. ഇതിന്റെ നീളം റിസൾട്ടന്റ് ഈ രണ്ടിന്റെയും കൂടി കൂട്ടിയതിന്റെ മാഗ്നിറ്റ്യൂഡ് തരും. ഇതിന്റെ ഏരോ മാർക്ക് ഈ രണ്ടാക്കാരെയും കൂടി കൂട്ടിയ റിസൾട്ടന്റ് ഡയറക്ഷൻ തരും. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ്. രണ്ട് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റിനെ, അതിന്റെ അഡീഷന്റെ ഉത്തരത്തിനെ കണ്ടുപിടിക്കാനുള്ള നിയമമാണ് ട്രയാങ്കിൾ ലോ. പഠിച്ചോളണം, സ്റ്റേറ്റ്മെന്റും പഠിച്ചോളണം. അത് അപ്ലൈ ചെയ്ത് ഇങ്ങനെ ചിത്രം വരയ്ക്കാനുള്ള ഒരു ധാരണയും നിങ്ങൾ ഉണ്ടാവണം. അപ്പൊ രണ്ട് വെക്ടേഴ്സ് സെയിം ഓർഡറിൽ വെക്കുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഹെഡിലേക്ക് മറ്റാളുടെ ടെയിൽ വരുന്ന രൂപത്തിൽ വെക്കുക. എന്നിട്ട് മൂന്നാമത്തെ സൈഡ് ക്ലോസ് ചെയ്ത് അതേ ഓർഡറിലല്ല, തിരിച്ചുള്ള ഓർഡറിൽ ഏരോ മാർക്ക് ഇട്ടാൽ ആ മൂന്നാമത്തെ സൈഡ് റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും തരും, ഡയറക്ഷനും തരും. ആ നീളം മാഗ്നിറ്റ്യൂഡ് തരും, ആ ഏരോ മാർക്ക് ഡയറക്ഷൻ തരും. മനസ്സിലാക്കി വെക്കുക. അപ്പോഴാണ് ഒന്നുകൂടി നിങ്ങൾക്ക് ഫോർമുല ബൈ ഹാർട്ട് പഠിക്കേണ്ട നിയമം. ഇതൊക്കെ എത്ര മിനിമം ഓർമ്മിച്ചു വെക്കണം. ഞാൻ ഏറ്റവും ചുരുക്കിയേ പറയുന്നുള്ളൂ. ഇത് ഒഴിവാക്കരുത്. പാരലലോഗ്രാം ലോ, സാമാന്തരിക നിയമം. വീണ്ടും രണ്ട് വെക്ടേഴ്സിനെ ആഡ് ചെയ്യാനാണ്. നേരത്തെ പറഞ്ഞ പോലെ പി എന്ന് പറയുന്ന വെക്ടറിനെ നമ്മൾ കാണിച്ചു. രണ്ടാമത്തെ വെക്ടറിനെ ഇവിടെ നേരത്തെ ട്രയാങ്കിൾ ലോയിൽ ഹെഡിലാണ് മറ്റാളുടെ ടെയിൽ വെച്ചത്, സെയിം ഓർഡറിലാണ് വെച്ചത്. പക്ഷെ ഇവിടെ എങ്ങനെയല്ല. ക്യൂ എന്ന് പറയുന്ന വെക്ടറിനെ പി വെക്ടറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ വെക്കണം. This is vector Q. അപ്പൊ പിയും ക്യൂവും ഇവർക്കിടയ്ക്കുള്ള ഈ ആംഗിൾ നമുക്ക് കാണിക്കാൻ ലെറ്റ് ഇറ്റ് ബി ആൽഫ. പി എന്ന് പറയുന്ന വെക്ടറിനും ക്യൂ എന്ന് പറയുന്ന വെക്ടറിനും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് ആൽഫ. അങ്ങനെയാണെങ്കിൽ ഈ നീളത്തിന് സമാന്തരമായിട്ട് ഇവിടെ ഒരു നീളം വരയ്ക്കുക. അതേ നീളത്തില് ഈ സൈഡിന് സമാന്തരമായിട്ട് പാരലായിട്ട് ഇവിടെയും ഒരു സൈഡ് വരയ്ക്കുക. അപ്പൊ പാരലോഗ്രാം കംപ്ലീറ്റ് ആയി. എന്നിട്ട് ഈ രണ്ട് വെക്ടേഴ്സും തുടങ്ങിയ പോയിന്റ് ഇതാണല്ലോ, ഇവിടെയല്ല. രണ്ട് വെക്ടേഴ്സും തുടങ്ങിയത് ഇവിടെയാണ്. അതേ പോയിന്റിൽ നിന്ന് ഡയഗണൽ വരയ്ക്കുക. This diagonal will give resultant, that is vector P
പ്ലസ് വെക്ടർ. സ്റ്റേറ്റ്മെന്റും ബൈ ഹാർട്ട് പഠിക്കണം. ചിത്രം വരയ്ക്കാൻ ആദ്യം അറിയാം. 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ എഴുതണം. ഇത് ഫോക്കസിൽ ഇല്ലെങ്കിലും നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കും. പരീക്ഷയ്ക്ക് ചോദിക്കാൻ വേണ്ടി മാത്രമല്ല, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവാൻ ഏറ്റവും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പൊ if two vectors, vector p and vector q, are represented by the two adjacent sides of a parallelogram, ഒരു പാരലോഗ്രത്തിന്റെ 2 സമീപവശങ്ങൾ കൊണ്ട് adjacent sides കൊണ്ട് p നെയും q നെയും റെപ്രസെന്റ് ചെയ്താൽ we can represent their resultant, ഈ രണ്ടാക്കാരുടെ റിസൾട്ടന്റിനെ റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെ? by the diagonal of the parallelogram from the same point. ഇങ്ങനെ ഡയഗണൽ ഉണ്ട്. ഈ ഡയഗണൽ കൊണ്ടല്ല, p നെയും q നെയും സ്റ്റാർട്ട് ചെയ്ത അതേ പോയിന്റിൽ നിന്ന് തന്നെ ഈ പാരലോഗ്രത്തിന് വരയ്ക്കുന്ന ഡയഗണൽ കൊണ്ട് ഈ രണ്ടാക്കാരുടെ റിസൾട്ടന്റിനെ കാണിക്കാം. അതായത് ഈ ഡയഗണലിന്റെ നീളം ഈ റിസൾട്ടന്റിന്റെ പീന്റെയും ക്യൂന്റെയും കൂടിയിട്ടുള്ള കൂട്ടിയതിന്റെ മാഗ്നിറ്റ്യൂഡ് തരും. ഈ ഏരോ മാർക്ക് അതിന്റെ ഡയറക്ഷൻ തരും. അപ്പോൾ ഇനി ഞാൻ ഡെറിവേഷൻ ആണെങ്കിൽ കൂടി നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ഫോർമുല. അങ്ങനെയാണെങ്കിൽ R എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്, റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ്, വെക്ടർ പിന്റെയും വെക്ടർ ക്യൂന്റെയും റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് R is equal to, ഫോർമുല ബൈ ഹാർട്ട് പഠിച്ചിരിക്കാൻ ചിത്രം വരയ്ക്കാനും പഠിക്കാം. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യനും ഇത്രയും എഴുതിയാൽ കിട്ടും. ഉത്തരം ഇതാണ്, എല്ലാവർക്കും അറിയാം. ഒന്നുകിൽ പറയണു p സ്ക്വയർ പ്ലസ് q സ്ക്വയർ പ്ലസ് 2pq cos alpha, or alpha is angle between vector p and vector q. ഇത് ഡിറൈവ് ചെയ്യാനൊക്കെ പഠിപ്പിച്ചതാണ്. തൽക്കാലം ഞാൻ ആ ഭാഗം സ്കിപ്പ് ചെയ്ത് ഫോർമുല മാത്രം പറഞ്ഞു പോകും. ആരാണ് ഈ p? ഈ വെക്ടർ പിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഈ വെറും p. ആരാണ് ഈ q? വെക്ടർ ക്യൂവിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് വെറും q. ആരാണ് ആൽഫ? വെക്ടർ പിക്കും വെക്ടർ ക്യൂവിനും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് ആൽഫ. അങ്ങനെയാണെങ്കിൽ പാരലോഗ്രാം ലോ പ്രകാരം ഇതാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇഫ് ടു വെക്ടേഴ്സ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ദ ടു അഡ്ജസന്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം, then their resultant can be represented by the diagonal of the parallelogram from the same point. അവിടെ സെയിം ഓർഡർ എന്നൊക്കെ പറഞ്ഞതൊന്നും ഇവിടെ പറയണ്ട. ഇവിടെ സെയിം പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന പാരലോഗ്രാം എന്ന് പറയാം. Then their resultant magnitude is given by R is equal to root p square plus q square plus 2pq cos alpha, where alpha is angle between vector p and vector q. ഇനി ഡയറക്ഷൻ പറയണ്ടേ? ഡയറക്ഷൻ കാണാൻ ഈ വെക്ടർ ആറും വെക്ടർ പിയും തമ്മിലുള്ള ആംഗിൾ തീറ്റ എന്ന് കാണിക്കാം. വെക്ടർ ആറും വെക്ടർ പിക്കും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് തീറ്റ. ഈ തീറ്റ അറിഞ്ഞാൽ വെക്ടർ ആറിന്റെ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ കാണാം. തീറ്റ കാണാനുള്ള വഴിയും ബൈ ഹാർട്ട് പഠിച്ചോളുക. ടാൻ തീറ്റ, തീറ്റ കാണാൻ നമ്മൾ അവിടെ ടാൻ തീറ്റ ആണ് ഉപയോഗിക്കുന്നത്. ടാൻ തീറ്റ is equal to, ഓർമ്മിക്കണം, q sin alpha, q sin alpha divided by p plus q cos alpha. q sin alpha divided by p plus q cos alpha. This is the direction of resultant vector. അതായത് വെക്ടർ റിസൾട്ടന്റ് വെക്ടർ ഇതിൽ പിയും ക്യൂ കൂടി കൂട്ടുമ്പോൾ പീനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ടാൻ തീറ്റ is equal to q sin alpha divided by p plus q cos alpha. ഇതാണ് തീറ്റ കണ്ടുപിടിക്കാനുള്ള വഴി. ഈ തീറ്റ കണ്ടുപിടിച്ചാൽ ആർ എത്ര ചെരിഞ്ഞു നിൽക്കുന്നു, ആറിന്റെ ദിശ എങ്ങനെയാണ് പീനെ അപേക്ഷിച്ച് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ 2 ഫോർമുലകളും ഈ പാരലോഗ്രാം ലോയും അതിന്റെ ഡയഗ്രവും നിങ്ങൾ നിർബന്ധമായി പഠിച്ചിരിക്കണം. ഇത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. സ്റ്റേറ്റ് പാരലോഗ്രാം ലോ and give the expression for magnitude and the direction of the resultant vector. 2 വെക്ടേഴ്സിനെ ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 2 നിയമങ്ങളാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത്. ഒന്ന് ട്രയാങ്കിൾ ലോ, അത് ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡ്സിൽ സെയിം ഓർഡറിൽ 2 വെക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്താൽ തേർഡ് സൈഡ് റിവേഴ്സ് ഓർഡറിൽ ആ 2 വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് കാണിക്കും. ഇവിടെ പാരലോഗ്രാം ലോ പറഞ്ഞത് 2 അഡ്ജസന്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം കൊണ്ട് 2 വെക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്താൽ അതേ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ഡയഗണൽ ആ 2 വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് തരും. റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഫോർമുല, ഡയറക്ഷൻ കാണാനുള്ള ഫോർമുല. ഇതിലൊക്കെ ആൽഫ എന്ന് പറഞ്ഞാൽ പിക്കും ക്യൂക്കും ഇടയ്ക്കുള്ള ആംഗിൾ ആണ്, 2 വെക്ടേഴ്സിന് ഇടയ്ക്കുള്ള ആംഗിൾ ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ വെക്ടർ റിസൾട്ടന്റ് വെക്ടറിന് പീനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. അപ്പൊ ഈ ഫോർമുല വെരി 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 ഇമ്പോർട്ടന്റ്. ആ ഫോർമുലയിൽ നിന്നുകൊണ്ട് ഞാൻ ചില കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. എവിടെയൊക്കെ നിങ്ങൾ ഏതെങ്കിലും പരീക്ഷ എഴുതുമ്പോഴൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. എപ്പോഴായിരിക്കും 2 വെക്ടേഴ്സിന്റെ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് മാക്സിമം ആവുക? എപ്പോഴായിരിക്കും 2 വെക്ടേഴ്സിന്റെ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് മാക്സിമം ആവുക? എപ്പോഴായിരിക്കും ഇത് മാക്സിമം ആവുക? എപ്പോഴായിരിക്കും? ആൽഫ 0 ആവുമ്പോൾ. ഇഫ് ദ 2 വെക്ടേഴ്സ് ആർ പാരലൽ ടു ഈച്ച് അതർ, അതായത് നമ്മൾ വെക്ടർ പിയും വെക്ടർ ക്യൂവും ഇങ്ങനെ വരികയാണെങ്കിൽ, രണ്ടാക്കാർ ഒരേ ഡയറക്ഷനിലാണെങ്കിൽ, അവർ പാരലൽ ആണെങ്കിൽ, അവർക്കിടയ്ക്കുള്ള ആംഗിൾ 0 ആണെങ്കിൽ റിസൾട്ടന്റ് മാക്സിമം ആയിരിക്കും. ശ്രദ്ധിക്കുക, ആർ മാക്സ്, റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. ദാറ്റ്സ് ഈക്വൽ ടു, നിങ്ങൾ ഇതില് കോസ് 0 കൊടുക്കുക. കോസ് 0 എത്രയാണ്? 1 ആണ്. സോ റൂട്ട് ഓഫ് p സ്ക്വയർ
പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq. കോസ് 0 ഒന്നായി പോയി. അപ്പൊ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq ഇത് എത്രയാ? പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ ആണ് ഈ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq. വാട്ട് ഈസ് ദാറ്റ്? പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയറിന്റെ റൂട്ട് എടുക്കാന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പി പ്ലസ് ക്യൂ. അപ്പൊ ആർ ഇസ് ഈക്വൽ ടു ആർ മാക്സ്. രണ്ട് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റിന്റെ മാഗ്നറ്റ്യൂഡ് മാക്സിമം ആണ്. അവരുടെ രണ്ടാക്കാരുടെയും മാഗ്നറ്റ്യൂഡുകൾ തമ്മിൽ കൂട്ടിയതിന് തുല്യം. പി പ്ലസ് ക്യൂ, പിന്റെ മാഗ്നറ്റ്യൂഡ് പ്ലസ് ക്യൂവിന്റെ മാഗ്നറ്റ്യൂഡ്. എപ്പോൾ when they are parallel to each other, when they are in the same direction or the angle between them is 0 degree. അപ്പൊ രണ്ട് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റിന്റെ മാഗ്നറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും അവര് പാരലൽ ആവുമ്പോൾ, അവർ ഒരേ ഡയറക്ഷനിലാവുമ്പോൾ, അല്ലെങ്കിൽ അവർക്കിടക്കുള്ള ആംഗിൾ 0 ആവുമ്പോൾ. എത്രയായിരിക്കും അത്? ആ രണ്ട് വെക്ടേഴ്സിന്റെ മാഗ്നറ്റ്യൂഡുകൾ തമ്മിൽ സാധാരണ സ്കെലാർസ് കൂട്ടുന്ന പോലെ കൂട്ടുക. ഓക്കെ, അതേ ഡയറക്ഷനായിരിക്കും ഉണ്ടാവുക. അപ്പൊ മാഗ്നറ്റ്യൂഡ് മാക്സിമം ആർ മാക്സ് ഇസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ. അങ്ങനെയാണെങ്കിൽ എപ്പോഴായിരിക്കും മിനിമം ഉണ്ടാവുക? ഈ ആൽഫ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പി എന്ന് പറയുന്ന വെക്ടർ അങ്ങോട്ടും അതിനോടുകൂടി കൂട്ടേണ്ട ക്യൂ എന്ന് പറയുന്ന വെക്ടർ നേരെ ഓപ്പോസിറ്റുമായിട്ട് വന്നാൽ, ഇഫ് ദേ ആർ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ, ഇഫ് ദേ ആർ ആന്റി പാരലൽ, എതിരായിട്ട് കിടക്കുന്നതിന് ആന്റി പാരലൽ എന്ന് പറയും. ദാറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 180 ഡിഗ്രി. കോസ് 180 വരും. കോസ് 180 ഈസ് -1. സോ ആർ മിനിമം, ശ്രദ്ധിച്ചോ, ആർ മാക്സിമം ആണ് ഞാൻ നേരത്തെ എഴുതിയത്. ഇപ്പൊ രണ്ടാക്കാരുടെ മിനിമം മാഗ്നറ്റ്യൂഡ് റിസൾട്ടന്റിന്റെ ആർ മിനിമം ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. ഇവിടെ കോസ് ആൽഫ കോസ് 180 നെഗറ്റീവ് എന്ന് വന്നാൽ ഇവിടെ നെഗറ്റീവ് ആയി മാറും, -2pq എന്ന് പറയും. വാട്ട് ഈസ് ദിസ്? ദാറ്റ് ഈസ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ -2pq ഈസ് p minus q whole square ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു p minus q whole square റൂട്ട് എടുക്കാന്നാണ് ഉത്തരം, p minus q. അപ്പൊ ആർ മിനിമം റിസൾട്ടന്റിന്റെ മാഗ്നറ്റ്യൂഡ് മിനിമം ആയിരിക്കും. അത് p minus q ആയിരിക്കും. പിന്റെ മാഗ്നറ്റ്യൂഡ് മൈനസ് ക്യൂവിന്റെ മാഗ്നറ്റ്യൂഡ് ആയിരിക്കും. അപ്പോൾ ഇഫ് ദേ ആർ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ or if they are anti parallel or the angle between them is 180 degree. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഈ പോയിന്റുകളൊക്കെ അതേപോലെ ഓർമ്മയിൽ വെക്കണം. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ നേരെ കയറിയിരിക്കേണ്ടതാണ്. അപ്പൊ രണ്ട് വെക്ടേഴ്സിന്റെ മാക്സിമം റിസൾട്ടന്റ് മാഗ്നറ്റ്യൂഡ് പി പ്ലസ് ക്യൂവും മിനിമം റിസൾട്ടന്റ് മാഗ്നറ്റ്യൂഡ് പി മൈനസ് ക്യൂവും. എപ്പോഴാണ്? പാരലൽ ആവുമ്പോൾ മാക്സിമം, ആന്റി പാരലൽ ആവുമ്പോൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആവുമ്പോൾ മിനിമം. ഓർമ്മയിൽ വെക്കുക. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആവുമ്പോൾ എത്രയോ, ഇനി ഏത് ആംഗിൾ ആണെങ്കിലും എന്ത് കണ്ടുപിടിക്കാം. പെർപെൻഡിക്കുലർ ആവുമ്പോൾ എന്താവും? ഈ ആൽഫ ഈക്വൽ ടു 90 ഡിഗ്രി. എന്താ ചിത്രം വരിക? പി ഇങ്ങനെ, ക്യൂ അതിന് പെർപെൻഡിക്കുലർ ഇങ്ങനെ. നൗ കോസ് 90 0 ആണ്. സോ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq. കോസ് 90 വരും. കോസ് 90 0 ആയതുകൊണ്ട് ഇത്രയും ഉണ്ടാവും. ആർ ഇസ് ഈക്വൽ ടു റൂട്ട് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. ഇങ്ങനെ ഏത് രണ്ട് വെക്ടേഴ്സിന്റെ ആംഗിൾ തന്നാലും അവരുടെയൊക്കെ റിസൾട്ടന്റുകളെ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു എളുപ്പമുള്ള ചോദ്യം ഞാൻ പറയാം. ഫോഴ്സ് വെക്ടർ ആണല്ലോ, എല്ലാവർക്കും അറിയാം. രണ്ട് ഫോഴ്സുകൾ ഉണ്ട്, 8 ന്യൂട്ടനും 6 ന്യൂട്ടനും. നമ്മളിത് ഒരുപാട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. പരീക്ഷയ്ക്ക് എളുപ്പം ചോദ്യം ഉണ്ടാക്കാവുന്ന ഒരു ചോദ്യം. 8 ന്യൂട്ടനും 6 ന്യൂട്ടനും ഇവര് തമ്മിൽ ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യാം. പല ഡയറക്ഷനിൽ ആക്ട് ചെയ്യാം. സെയിം ഡയറക്ഷനിലാവാം, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവാം, പെർപെൻഡിക്കുലർ ആവാം, 120 ഡിഗ്രിയിലാവാം, എന്ത് വേണമെങ്കിൽ ആവട്ടെ. ഈ രണ്ട് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റുകളുടെ മാക്സിമം എത്രയായിരിക്കും? റിസൾട്ടന്റ് മാക്സിമം എത്രയാവും? ഇത് രണ്ടും കൂടി കൂട്ടിയതായിരിക്കും. എപ്പോഴാണ്? അവർ ഒരേ ഡയറക്ഷനിൽ വന്നാൽ. അത് എത്രയത്? 8 കൂടി കൂട്ടിയാൽ 14 ന്യൂട്ടൺ ആണ് മാക്സിമം. എപ്പോ? രണ്ടാക്കാരും ഒരേ ഡയറക്ഷനിലാണ്. മിനിമം എത്രയാവും? അതിനേക്കാളും ഇനി കുറയില്ല. എത്രയാവും? ഇത് രണ്ടാക്കാരും ഓപ്പോസിറ്റ് ആയിട്ട് വന്നാൽ. വലുത് മൈനസ് ചെറുത് കാണും. 6 - 8 കണ്ട 8 - 6 2 ന്യൂട്ടൺ. അപ്പൊ മാക്സിമം 14 ന്യൂട്ടൺ ആണ് ഇവരുടെ റിസൾട്ടന്റ് ഉണ്ടാവുക. മാഗ്നറ്റ്യൂഡ് മിനിമം ഉണ്ടാവുക 2 ന്യൂട്ടൺ ആണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുക, ഇതിൽ പെടാത്തത് ഏത്? ഇവരുടെ റിസൾട്ടന്റ് ആവാൻ സാധ്യത ഇല്ലാത്തത് ഏത്? ഇങ്ങനെ തരും. 8 ന്യൂട്ടൺ, 16 ന്യൂട്ടൺ, 5 ന്യൂട്ടൺ. ഇതിൽ ഏതാണ് ഈ രണ്ട് ഫോഴ്സുകളും കൂടി ആക്ട് ചെയ്താൽ റിസൾട്ടന്റ് ആവാൻ സാധ്യത ഇല്ലാത്തത്? 14നേക്കാളും കൂടാൻ പാടില്ല, 2നേക്കാളും കുറയാനും പാടില്ല. ഇവിടെ നോക്കൂ, 8 ന്യൂട്ടൺ പോസിബിൾ ആണ്. 8നും ഈ 14നും 2നും ഇടയ്ക്കാണ്. 5 ന്യൂട്ടൺ പോസിബിൾ ആണ്, 14നും 2നും ഇടയ്ക്കാണ്. പക്ഷെ ഇവിടെ 16 ന്യൂട്ടൺ തന്നു. 16 14നേക്കാളും വലുതാണ്. സോ ദിസ് ഈസ് ഇംപോസിബിൾ. ഇനി നിങ്ങൾക്ക് ഇത് അങ്ങനെ തന്നു, 1 ന്യൂട്ടൺ പോസിബിൾ ആവോ? 1 ന്യൂട്ടൺ 2 മിനിമത്തിനേക്കാളും ചെറുതാ, 2 ന്യൂട്ടനേക്കാളും ചെറുതാ. സോ ദിസ് ഈസ് ഇംപോസിബിൾ. അപ്പൊ ഇങ്ങനെ പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള റിസൾട്ടന്റ് മാഗ്നിറ്റ്യൂഡ് ഏതാണെന്നൊക്കെ ചോദിച്ചാൽ കണ്ടുപിടിക്കുക. മാക്സിമം എപ്പോഴും എത്രയാണെന്ന് അറിയണം, മിനിമം എത്രയാണെന്ന് അറിയണം. അതിന് വേണ്ട കണ്ടീഷനും ഓർമ്മയിൽ വെക്കുക, പ്രോബ്ലം ചെയ്യുക. അപ്പൊ പാരലലോഗ്രാം ലോ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇനി
ഇപ്പൊ നമ്മൾ പഠിച്ചത് അഡീഷൻ ആണ്. അഡീഷൻ പഠിച്ച കുട്ടിക്ക് സബ്സ്ട്രാക്ഷൻ വേഗം മനസ്സിലാക്കാം. എങ്ങനെ മനസ്സിലാക്കുക? ഇപ്പൊ വെക്ടർ പി പ്ലസ് വെക്ടർ ക്യൂ നിങ്ങൾക്കറിയാം. എങ്ങനെയത്? വെക്ടർ പി പ്ലസ് വെക്ടർ ക്യൂന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെ? മാഗ്നിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq cos ആൽഫ. ബൈ ഹാർട്ട് പഠിച്ചു. ആർന്നൊന്നും ഞാൻ എഴുതിയില്ല, നേരെ പി പ്ലസ് ക്യൂ എഴുതി. അങ്ങനെയാണെങ്കിൽ വെക്ടർ പി മൈനസ് വെക്ടർ ക്യൂ എന്തായിരിക്കും എന്ന് അറിയണം. വെക്ടർ പിയിൽ നിന്നും വെക്ടർ ക്യൂവിനെ കിഴിച്ചാൽ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ശ്രദ്ധിക്കാം. കിഴിക്കാൻ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പണി എന്താ? അഡീഷൻ തന്നെ ചെയ്യാം, ആഡ് തന്നെ ചെയ്യാം. പക്ഷെ ആരെ ആഡ് ചെയ്യണം? മൈനസ് ക്യൂവിനെ ആഡ് ചെയ്യാം. പി മൈനസ് ക്യൂ കാണാൻ പി പ്ലസ് മൈനസ് ക്യൂ എന്ന് എഴുതാം അല്ലെ? പി പ്ലസ് മൈനസ് ക്യൂ ഇസ് പി മൈനസ് ക്യൂ. 5 മൈനസ് 3 5 മൈനസ് 3 സമം എങ്ങനെ എഴുതാൻ പറ്റും? 5 പ്ലസ് മൈനസ് 3 എന്ന് എഴുതാം. 5 മൈനസ് 3 2 അതിന് 5 പ്ലസ് മൈനസ് 3 എഴുതിയാലും 2 തന്നെയല്ലേ? അപ്പോ കിഴിക്കേണ്ട വെക്ടറിന്റെ നെഗറ്റീവ് വെക്ടർ, അതിനാണ് നെഗറ്റീവ് വെക്ടർ പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞത്. നെഗറ്റീവ് വെക്ടർ കൂട്ടുക. അപ്പൊ പി മൈനസ് ക്യൂ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് പി പ്ലസ് മൈനസ് ക്യൂ എന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു. ഇനി നിങ്ങൾക്ക് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. എവിടെയൊക്കെ ഈ പ്ലസ് എവിടെയൊക്കെ ക്യൂ ഉണ്ടോ അതിനൊക്കെ മൈനസ് ക്യൂ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. എവിടെയൊക്കെ ക്യൂ ഉണ്ടോ അതിനൊക്കെ മൈനസ് ക്യൂ എന്ന് എഴുതാം. സോ ഇക്വേഷൻ റൂട്ട് പിക്ക് ഒരു പ്രശ്നമില്ല, പി സ്ക്വയർ പ്ലസ് മൈനസ് ക്യൂ, ക്യൂ കാണുന്നിടത്ത് മൈനസ് ക്യൂ ഹോൾ സ്ക്വയർ തന്നെ ചെയ്യണം. ഹോൾ സ്ക്വയർ പ്ലസ് ഇനി എന്താ ബാക്കിയുള്ളത്? 2 ഇൻറ്റു പി ഇൻറ്റു മൈനസ് ക്യൂ അല്ലെ? ക്യൂന്റെ സ്ക്വയർ മൈനസ് ക്യൂ എന്ന് എഴുതി cos ആൽഫ. സോ ദാറ്റ് ബിക്കംസ് റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് മൈനസ് ക്യൂ ഹോൾ സ്ക്വയർ ഈസ് അഗൈൻ ക്യൂ സ്ക്വയർ. ഇവിടെ മൈനസ് ക്യൂ കൂടി വന്നുകൊണ്ട് മൈനസ് 2pq cos ആൽഫ. അപ്പൊ മോഡുലസ് ഓഫ് വെക്ടർ പി മൈനസ് വെക്ടർ ക്യൂ ഈസ് ഈക്വൽ ടു റൂട്ട് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് 2pq cos ആൽഫ. ഇതും ബൈ ഹാർട്ട് പഠിച്ചിരിക്കുക. മോഡുലസ് ഓഫ് വെക്ടർ പി പ്ലസ് വെക്ടർ ക്യൂ ഈസ് റൂട്ട് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq cos ആൽഫ ആണെങ്കിൽ മോഡുലസ് ഓഫ് വെക്ടർ പി മൈനസ് വെക്ടർ ക്യൂ, രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ഡിഫറൻസ് എടുത്താൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ റൂട്ട് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് 2pq cos ആൽഫ. ഇതൊക്കെ ഫോർമുലകൾ ബൈ ഹാർട്ട് പഠിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ വേഗം പറഞ്ഞു പോകുന്നത്. അതിന്റെ അപ്ലിക്കേഷൻ വരുമ്പോൾ നമുക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാവും. അപ്പോഴാണ് നിങ്ങൾ എന്നും ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആവശ്യം വരിക. ഈ എയും ബിയും പിക്കും ക്യൂക്കും വരെ ഞാൻ എ ബി എന്ന് എഴുതി. മോഡുലസ് ഓഫ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്ടർ എ മൈനസ് വെക്ടർ ബി. സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. രണ്ട് വെക്ടേഴ്സ് കൂട്ടി രണ്ട് വെക്ടേഴ്സ് കുറച്ചു, അവരുടെ മാഗ്നിറ്റ്യൂഡ് തുല്യമായി. ഒരിക്കലും സ്കെലാറിൽ സംഭവിക്കില്ല. 5 3 8 5 മൈനസ് 3 2 ഒരിക്കലും തുല്യമാവില്ല. 3 1 4 3 മൈനസ് 1 2 ഒരിക്കലും തുല്യമാവില്ല. പക്ഷെ രണ്ട് വെക്ടേഴ്സ് ആവുമ്പോൾ അവർ കൂട്ടിയാലും കുറച്ചാലും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആകാം. എന്താണ് അതിന്റെ കണ്ടീഷൻ? ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. If modulus of vector a plus vector b is equal to modulus of vector a minus vector b ആണെങ്കിൽ what is the angle between vector a and vector b? ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. കണ്ടീഷൻ എന്താണ്? വെക്ടർ എക്കും വെക്ടർ ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ എന്താണെന്നാണ് ചോദിച്ചതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഫോർമുല എഴുതുക. മോഡുലസ് ഓഫ് വെക്ടർ എ പ്ലസ് ബിന്റെ മോഡുലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos ആൽഫ. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു ഇയാളുടെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ തന്നെയാണ്. പക്ഷെ ഇവിടെ മൈനസ് 2ab cos ആൽഫ. നേരത്തെ പറഞ്ഞു രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്താൽ ഈ റൂട്ട് അങ്ങോട്ട് പോകും. ഞാൻ മായ്ച്ചു പറഞ്ഞേ, രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്തോടുകൂടി റൂട്ട് പോയി. ഇനി ഇവിടെ എ സ്ക്വയറിന്റെ ഇവിടെ എ സ്ക്വയറിന്റെ ക്യാൻസൽ ചെയ്യും. ഇവിടെയും പ്ലസ് ബി സ്ക്വയറിന്റെ ഇവിടെയും പ്ലസ് ബി സ്ക്വയറിന്റെ ക്യാൻസൽ ചെയ്യും. ഇനി ബാക്കി ഇവിടെ 2ab cos ആൽഫ. ഇനി നേരെ വെട്ടരുത് കേട്ടാം. 2ab cos ആൽഫ ഈക്വൽ ടു മൈനസ് 2ab cos ആൽഫ ഇവിടെ ബാക്കി. മറ്റേത് വെട്ടിപ്പോയി. ഈ 2ഉം ഈ 2ഉം വെട്ടിക്കളയും. ഈ എയും വെട്ടിക്കളയും. ഈ ബിയും വെട്ടിക്കളയും. ഇനി കോസ് ആൽഫ വെട്ടിക്കളയരുത്, അപ്പൊ കൊളായി കിട്ടും. അപ്പൊ കോസ് ആൽഫ ഈക്വൽ ടു മൈനസ് കോസ് ആൽഫ. ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇതാണ് നിങ്ങൾ ചെയ്യുന്ന സ്ഥിരം തെറ്റ്. ഇങ്ങനെ വെട്ടി നിങ്ങളൊക്കെ കണ്ട് കൊള്ളാക്കും. അപ്പൊ അതുകൊണ്ട് ഇത് ഇങ്ങനെയല്ല എഴുതേണ്ടത്, ശ്രദ്ധിക്കുക. ഇതാണ് സ്ഥിരം കുട്ടികൾ കാണിക്കുന്ന വഴി. ഈ 2ab cos ആൽഫ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ മൈനസ് 2ab cos ആൽഫ ഇങ്ങോട്ട് വരണം. നേരത്തെ കാണിച്ചതാണ് തെറ്റ്. ഇത് ഇങ്ങോട്ട് വരുമ്പോ പ്ലസ് ആയി, പ്ലസ് 2ab cos ആൽഫ. ബാക്കി ഇനി അവിടെ ഒന്നുമില്ല. ദാറ്റ്സ് ഈക്വൽ ടു 0. 2ab cos ആൽഫ പ്ലസ് 2ab cos ആൽഫ ഈസ് 4ab cos ആൽഫ ഈക്വൽ ടു 0. 4 പൂജ്യമാവോ? ഇല്ല. എ പൂജ്യമാവോ? ഇല്ല. ബി പൂജ്യമാവോ? ഇല്ല. ഇനി എന്താ പൂജ്യമാവാൻ വഴി? therefore cos ആൽഫ ഈക്വൽ ടു 0. എപ്പോഴാ cos ആൽഫ പൂജ്യമാവുക? ആൽഫ ഈക്വൽ ടു 90. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് പറഞ്ഞത്. രണ്ട് വെക്ടേഴ്സ് വെക്ടർ എയും വെക്ടർ ബിയും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണെങ്കിൽ
ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 90 ഡിഗ്രി ആണെങ്കിൽ അവർ തമ്മിൽ കൂട്ടിയാലും അവർ തമ്മിൽ കുറച്ചാലും ഒരേ മാഗ്നറ്റ്യൂഡ് ആണ് കിട്ടുക. ഡയറക്ഷൻ സെയിം ഒന്നും ആവില്ല, ഡയറക്ഷൻ ഒന്നും സെയിം അല്ല, പക്ഷെ മാഗ്നറ്റ്യൂഡ് സെയിം ആയി. അപ്പൊ രണ്ട് വെക്ടേഴ്സിന്റെ അഡീഷന്റെയും സബ്സ്ട്രാക്ഷന്റെയും മാഗ്നറ്റ്യൂഡ് സെയിം ആണെങ്കിൽ അവർക്കിടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. തെളിയിച്ചത് കണ്ടോളുക. ഇതാണ് വഴി. ഇവർ തെറ്റിക്കുന്ന വഴിയാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഈ എ സ്ക്വയർ ബി സ്ക്വയർ വെട്ടിക്കഴിഞ്ഞാൽ ഈ -2ab cos alpha ഇങ്ങോട്ട് വരണം. അപ്പോ മൊത്തം 4ab cos alpha. 4ab cos alpha ബാക്കിയൊന്നും അവിടെ ഇല്ല, 0. 4 പൂജ്യമല്ല, എ പൂജ്യമല്ല, ബി പൂജ്യമല്ല. ഇനി ബാക്കി പൂജ്യമാവാൻ ആകെ സാധ്യതയുള്ള cos alpha. cos alpha പൂജ്യമാണെങ്കിൽ ആൽഫ 90 ഡിഗ്രി ആവണം. ഇത് സ്ഥിരം ചോദിക്കുന്ന ചോദ്യം, ഓർമ്മയിൽ വെക്കുക, പരീക്ഷയ്ക്ക്. ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യം, രണ്ട് വെക്ടേഴ്സ് ഒരേ മാഗ്നറ്റ്യൂഡ് ഉള്ളവർ, രണ്ട് വെക്ടേഴ്സ് ഒരേ മാഗ്നറ്റ്യൂഡ് ഉള്ളവർ, പി എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നറ്റ്യൂഡും ക്യൂ എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നറ്റ്യൂഡും സെയിം. എന്നിട്ട് ഇവര് റിസൾട്ടന്റ് കണ്ടപ്പോ അവരുടെ റിസൾട്ടന്റ് ആർ എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നറ്റ്യൂഡും സെയിം. അപ്പോ ഇഫ് ദ മാഗ്നറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു ദ മാഗ്നറ്റ്യൂഡ് ഓഫ് ദ വെക്ടേഴ്സ് ഹാവിംഗ് സെയിം മാഗ്നറ്റ്യൂഡ്. അപ്പൊ ഒരേ മാഗ്നറ്റ്യൂഡ് ഉള്ള രണ്ട് വെക്ടറുകളാണ് കൂട്ടിയത്. ഉത്തരം അതേ മാഗ്നറ്റ്യൂഡ് തന്നെ കിട്ടി. അങ്ങനെയാണെങ്കിൽ അവർക്കിടയ്ക്കുള്ള ആംഗിൾ ആണ്. അപ്പൊ വെറും പി സമം വെറും ക്യൂ സമം വെറും ആറാണ്. ആരാണ് ഈ ആറ്? ആർ ഇസ് ഈക്വൽ ടു, വീണ്ടും പറഞ്ഞു, ആർ ഈസ് വെക്ടർ പി പ്ലസ് വെക്ടർ ക്യൂ ആണ്. പക്ഷെ ആറിന്റെയും പിന്റെയും ക്യൂവിന്റെയും മാഗ്നറ്റ്യൂഡ് ഒക്കെ സെയിം ആയി പോയി. അങ്ങനെയാണെങ്കിൽ പി ക്യൂ ക്യൂ അടക്കുള്ള ആംഗിൾ എത്ര? ഇങ്ങനെയാണ് ചോദ്യം വരിക. അപ്പൊ നിങ്ങൾ ഫോർമുലയിലേക്ക് വീണ്ടും പോവുക. ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ അറിയാം. രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്യാം. സോ ആർ സ്ക്വയർ ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ. റൂട്ട് പോയി. ഇനി ആറും പിയും ക്യൂ ഒക്കെ സെയിം. അപ്പൊ ഒക്കത്തിന് ഞാൻ പി കൊടുക്കാൻ പോകാം, അല്ലെങ്കിൽ ആറിന് കൊടുക്കാൻ പോകാം. അപ്പൊ പി കാണുന്നിടത്തും ആറിന് കൊടുക്കാം, ക്യൂ കാണുന്നിടത്തും ആറ് കൊടുക്കാം. സോ ആർ സ്ക്വയർ ഈക്വൽ ടു പി കാണുന്നിടത്ത് ആറ് കൊടുത്തു ആർ സ്ക്വയർ, ക്യൂ കാണുന്നിടത്തും ആർ സ്ക്വയർ പ്ലസ് 2 into r into r, that is r square cos alpha. ഓക്കെ, എല്ലാ ടേമിലും ആർ സ്ക്വയർ ഉള്ളതുകൊണ്ട് ആർ സ്ക്വയറിനെ കെട്ടിക്കളഞ്ഞു. സോ ഇവിടെ 1 സമം ഇവിടെ 1 പ്ലസ് ഇവിടെ 1 പ്ലസ് 2 cos alpha. ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ചോളൂ. സോ 1 ഈക്വൽ ടു ഇവിടെ 1 plus 1 is 2 പ്ലസ് 2 cos alpha. ഈ 1 അപ്പുറത്തേക്ക്, ഈ 2 അപ്പുറത്തേക്ക് വന്നാൽ 1 minus 2, 1 minus 2 is equal to 2 cos alpha എന്ന് വരും. 1 minus 2 is -1. ഈ 2 ഇങ്ങോട്ട് വന്നപ്പോൾ 1 minus 2 ആയി, -1 ആയി. സോ -1 ഈക്വൽ ടു 2 cos alpha. 2 cos alpha അപ്പുറത്തേക്ക്. സോ cos alpha is equal to, ഈ രണ്ട് പുറത്തേക്ക് വന്നപ്പോൾ -1/2. cos alpha -1/2 ആണെങ്കിൽ ആൽഫ ഈക്വൽ ടു 120 ഡിഗ്രി. ഇമ്പോർട്ടന്റ്. ഒരേ മാഗ്നറ്റ്യൂഡ് ഉള്ള രണ്ട് വെക്ടേഴ്സിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ 120 ഡിഗ്രി ആണെങ്കിൽ അവരുടെ റിസൾട്ടന്റും അതേ മാഗ്നറ്റ്യൂഡ് ആയിരിക്കും. ഒരേ മാഗ്നറ്റ്യൂഡ് ഉള്ള രണ്ട് വെക്ടേഴ്സ്, അതായത് പി യും ക്യൂ ഒരേ മാഗ്നറ്റ്യൂഡ് ആണെങ്കിൽ അവർക്കിടയ്ക്കുള്ള ആംഗിൾ 120 ഡിഗ്രി ആണെങ്കിൽ അവരുടെ റിസൾട്ടന്റും എന്തായിരിക്കും? അതേ മാഗ്നറ്റ്യൂഡ് തന്നെയായിരിക്കും. ഇതും എത്രയോ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചേക്കുക, വഴിയും ഓർമ്മിക്കുക. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോഴേക്കും എന്താ ചോദ്യം ചോദിക്കുക? ഇഫ് ദ the magnitude of the resultant of two vectors having same magnitude is same as that of the vectors, what is the angle between the vectors? If the magnitude of the resultant of two vectors having same magnitude is same as that of the magnitude of the given vectors, then the angle between the vectors is 120 degree. ഇതാണ് ഭൂമിയുടെ വഴി. ആണെങ്കിൽ ഞാൻ അതിന്റെ ഒരു ചിത്രം വച്ച് കാണിച്ചു തരാം, എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് ഇതാണ് നമ്മളെ പി എന്ന് പറയുന്ന വെക്ടർ, ഇതാണ് നമ്മുടെ ക്യൂ എന്ന് പറയുന്ന വെക്ടർ. ഇപ്പൊ രണ്ടാൾക്കാർ വരെ നിങ്ങളാണല്ലോ, മാഗ്നറ്റ്യൂഡ് സെയിം അല്ലേ? ഇടയ്ക്കുള്ള ഈ ആംഗിളിനെ ഞാൻ 120 ഡിഗ്രി ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ രണ്ടാൾക്കാരുടെ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ ഉണ്ടാവുക ഇങ്ങനെ ഡയഗണലാണല്ലോ. ഇങ്ങനെ വെച്ചൊരു ഡയഗണൽ വെച്ച് എങ്ങനെ റിസൾട്ടന്റ് വരും. അതിന്റെ മാഗ്നറ്റ്യൂഡും ഈ നീളങ്ങൾ തന്നെയായിരിക്കും. മനസ്സിലായോ? അപ്പോ പിന്റെ നീളവും ആറിന്റെ നീളവും ക്യൂവിന്റെ നീളവും തുല്യമായി നടക്കും. അപ്പൊ പിയും ക്യൂവും ഇടയ്ക്കുള്ള ഈ ആംഗിള്, ഈ വിരിവ് 120 ഡിഗ്രിയാണ്. പിന്റെ മാഗ്നറ്റ്യൂഡും ക്യൂവിന്റെ മാഗ്നറ്റ്യൂഡും തുല്യമാണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് ഈ ഡയഗണലായിട്ട് ഇങ്ങനെ വരും. ആ നീളവും ഈ രണ്ടാക്കാരുടെ നീളത്തിന് തുല്യമായിരിക്കും എന്നാണ് ഞാനിപ്പോ ഈ പ്രൂവ് ചെയ്തതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഫോക്കസ് ഏരിയയുടെ ഔട്ട്സൈഡ് ആണ്, എന്നാൽ പഠിക്കാതിരിക്കാൻ നിർവാഹമില്ല. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ഇപ്പൊ രണ്ട് വെക്ടേഴ്സിനെ ആഡ് ചെയ്യാനും രണ്ട് വെക്ടേഴ്സിനെ സബ്സ്ട്രാക്ട് ചെയ്യാനും മനസ്സിലാക്കി തന്നു. ഇനി ഇഷ്ടംപോലെ പ്രോബ്ലങ്ങൾ നിങ്ങളോട് അതിനായിട്ട് ബന്ധപ്പെട്ടത് നിങ്ങൾക്കറിയാം. വിൻഡ്, റെയിൻ, സൈക്കിൾ, റിവർ പ്രോബ്ലങ്ങളാണ്. വിൻഡ്, മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാറ്റ് വീശിയാൽ കുട എങ്ങനെ പിടിക്കണം. മറ്റൊരു പ്രോബ്ലം, സൈക്കിൾ ചവിട്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഴ പെയ്യുമ്പോൾ കുട എങ്ങനെ പിടിക്കണം. മറ്റൊരു പ്രോബ്ലം, പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ക്രോസ് ചെയ്യാണ്
അങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ എത്തും? നേരെ ഓപ്പോസിറ്റിലെത്താൻ എങ്ങോട്ട് തുഴയണം? ഇങ്ങനെ ഒരു 3-4 പ്രോബ്ലങ്ങൾ ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇപ്പൊ ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം സ്കിപ്പ് ചെയ്യാം. പക്ഷെ അത് നിങ്ങൾക്കൊരു ത്രിൽ എക്സ്പീരിയൻസ് ആണ്. അത് പഠിക്കുന്നത് വെക്ടേഴ്സ് തറവാക്കാൻ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് അത് നിങ്ങൾ അതിന്റെ ചെയ്ത വീഡിയോകൾ ഇന്ന് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പൊ വെക്ടേഴ്സ് അഡീഷൻ മനസ്സിലാവും. ഓക്കെ, ഞാൻ തൽക്കാലം അതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് അടുത്തൊരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് പോണു. കാരണം നമുക്ക് പ്രൊജക്ടൈൽ മോഷൻ പഠിക്കാൻ അത് വേണം. റെക്ടാങ്കുലർ കമ്പോണൻസ് ഇതറിഞ്ഞാലേ നിങ്ങൾക്ക് പ്രൊജക്ടൈൽ മോഷൻ പഠിക്കണം. എന്താണ് ആദ്യത്തെ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത്? റെസല്യൂഷൻ. റെസല്യൂഷൻ ഓഫ് വെക്ടേഴ്സ്. റിസോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെക്ടറിനെ പൊട്ടിക്കുക എന്നർത്ഥം. ഒരു വെക്ടറിനെ നേരത്തെ നമ്മൾ എന്താ ഇത് പിയും ക്യൂവും ചേർത്തിട്ട് ആർ എന്ന് പറയുന്ന വെക്ടർ ഉണ്ടാക്കി. ഇപ്പൊ തിരിച്ച് ആർ എന്ന് പറയുന്ന വെക്ടറിനെ പൊട്ടിച്ചിട്ട് പിയും ക്യൂ ആക്കി മാറ്റുന്നതിനെ പറയുന്ന പേരാണ് റെസല്യൂഷൻ. റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വെക്ടേഴ്സിനും കൂടി ചേർത്ത് വെച്ചാൽ അത് റിസൾട്ടന്റ് ആയി. ഒരു വെക്ടറിനെ പിടിച്ച് മുറിച്ച് ബാക്കിയുള്ള അതിന്റെ കമ്പോണന്റ് ആയിട്ടുള്ള വെക്ടേഴ്സ് ആക്കി മാറ്റിയാൽ അതിനെ റെസല്യൂഷൻ ആയി. റെസല്യൂഷൻ മീൻസ് സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് എ വെക്ടർ ഇൻ ടു ഇറ്റ്സ് കമ്പോണൻസ്. ഒരു വെക്ടറിനെ അതിന്റെ കഷ്ണങ്ങളായി ഭാഗങ്ങളാക്കി സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് റെസല്യൂഷൻ. ഒരു വെക്ടറിനെ കിട്ടിയ എത്ര കമ്പോണൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, എത്ര കമ്പോണൻസ് ആക്കാം? ഇൻഫിനിറ്റ് കമ്പോണൻസ് ആക്കാം. ഏതൊരു വെക്ടറിനെ നിങ്ങൾക്ക് ഇൻഫിനിറ്റ് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് അടുത്ത വാക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ റെക്ടാങ്കുലർ കമ്പോണൻസ് എന്താണ്? റെക്ടാങ്കുലർ എന്ന് പറഞ്ഞാൽ അറിയാം 90 ഡിഗ്രിയാണ്. പരസ്പര ലംബങ്ങളായിട്ടുള്ള കമ്പോണൻസിനെ വിളിക്കുന്ന പേരാണ് റെക്ടാങ്കുലർ കമ്പോണൻസ്. ഒരു വെക്ടറിനെ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ റെസല്യൂഷൻ എന്ന് പറയുന്നു. പരസ്പര ലംബങ്ങളായിട്ടുള്ള കമ്പോണൻസിനെ വിളിക്കുന്ന പേരാണ് റെക്ടാങ്കുലർ കമ്പോണൻസ്. ഒരു പ്ലെയിനിൽ നിങ്ങൾക്ക് എത്ര പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കാം? 2 എണ്ണം വരയ്ക്കാം അല്ലെ? ഒന്ന് എക്സും ഒന്ന് വൈ ആയിട്ട് വരയ്ക്കാം. ഒരു സ്പേസിൽ എത്ര എണ്ണം വരയ്ക്കാം? 3 എണ്ണം വരയ്ക്കാം. എക്സും വൈയും സെറ്റും കൂടിയാവും. അപ്പോ ഒരു പ്ലെയിനിൽ ഏതൊരു വെക്ടറിനെയും നിങ്ങൾക്ക് 2 റെക്ടാങ്കുലർ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതേസമയത്ത് സ്പേസിൽ ഏതൊരു വെക്ടറിനെയും 3 റെക്ടാങ്കുലർ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഈ പറഞ്ഞ വാക്കുകൾ ഇതേപോലെ ഓർമ്മയിൽ വെക്കുക. അപ്പൊ ഞാൻ വരാൻ പോകുന്നത് ആദ്യം ഒരു പ്ലെയിനിൽ ഈ പേപ്പർ ബോർഡിന്റെ മുകളിൽ ഞാൻ എന്റെ ഒരു വെക്ടറിനെ റിസോൾവ് ചെയ്യണം. ലെറ്റ് ഇറ്റ് ബി വെക്ടർ പൊസിഷൻ വെക്ടർ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. കാരണം അത് അറിഞ്ഞാലേ നമുക്ക് ഇനി ഡിസ്പ്ലേസ്മെന്റിലേക്കും വെലോസിറ്റിയിലേക്കും പ്രൊജക്ടൈൽ മോഷനിലേക്കും പോകാൻ പറ്റും. ആർ എന്ന് പറയുന്ന ഒരു വെക്ടർ ആരാണിത്? നമുക്ക് എക്സിനെ കാണിക്കണം അല്ലെ? വൈനെയും കാണിക്കണം. ദിസ് ഈസ് എക്സ് ആക്സിസ്, ദിസ് ഈസ് വൈ ആക്സിസ്. ഈ പൊസിഷൻ വെക്ടർ ആണ് ആറ്. ലെറ്റ് ദിസ് ആംഗിൾ ബി തീറ്റ. ഈ എക്സിനായിട്ട് ആറ് എന്ന് പറയുന്ന പൊസിഷൻ വെക്ടർ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. ഈ ആറിനെ പൊസിഷൻ വെക്ടറിനെ ഞാൻ 2 റെക്ടാങ്കുലർ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാണ്. ശ്രദ്ധിക്കുക, ഒന്ന് ഇങ്ങോട്ട് ലംബം വരച്ചു, ഒന്ന് വൈ ആക്സിസിലേക്ക് ലംബം വരച്ചു. എക്സ് ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു, വൈ ആക്സിസിൽ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. എക്സ് ആക്സിസിൽ പെർപെൻഡിക്കുലർ മുട്ടിയ പോയിന്റ് ആണ് പി, വൈ ആക്സിസിൽ പെർപെൻഡിക്കുലർ മുട്ടിയ പോയിന്റ് ആണ് ക്യൂ. ഇപ്പൊ നിങ്ങൾക്ക് ഒ പി എന്ന് പറയുന്ന ഒരു വെക്ടറിനെ ഇവിടെ കാണിക്കാൻ സാധിക്കും, ഒ ക്യൂ എന്ന് പറയുന്ന ഒരു വെക്ടറിനെയും കാണിക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ഈ ഒ പി ഒരു അഡ്ജസന്റ് സൈഡ് ആണ് അല്ലെ? ഈ പാരലോഗ്രത്തിന്റെ ഒരു പാരലോഗ്രം അവിടെ ഉണ്ടായി. ഒ ക്യൂ മറ്റൊരു അഡ്ജസന്റ് സൈഡാണ്. അപ്പൊ ഒ പിയും ഒ ക്യൂയും അഡ്ജസന്റ് സൈഡ്സ് ആണ്. ഡയഗണൽ ആണ് നമ്മൾ ആറ്. സോ ഒ പിയുടെയും ഒ ക്യൂവിന്റെയും റിസൾട്ടന്റ് ആണ് ആർ. തിരിച്ചു പറഞ്ഞാൽ ആർ എന്ന് പറയുന്ന വെക്ടറിന്റെ 2 ഭാഗങ്ങളാണ്, പരസ്പര ലംബങ്ങളായ 2 ഭാഗങ്ങളാണ് ഒ പിയും പി ക്യൂ. ദാറ്റ് ഈസ് വെക്ടർ ആർ ഈസ് ഈക്വൽ ടു വെക്ടർ ഒ പി പ്ലസ് വെക്ടർ ഒ ക്യൂ. ഇതാണ് റെക്ടാങ്കുലർ കമ്പോണൻസ്. അപ്പൊ ഈ വെക്ടറിനെ എനിക്ക് 2 പെർപെൻഡിക്കുലർ കമ്പോണൻസ് ആയിട്ട് മുറിക്കാൻ പറ്റും. കാരണം ഈ 2 കമ്പോണൻസ് കൂടി ചേർന്നതുണ്ടാവും. കാരണം ഇവിടെ പാരലോഗ്രം ഉണ്ടായി കഴിഞ്ഞു. സോ ഒ പി പ്ലസ് ഒ ക്യൂ ഇക്വൽ ടു ആർ ആയതുകൊണ്ട് ആർ ഇസ് ഇക്വൽ ടു ഒ പി പ്ലസ് ഒ ക്യൂ. വാട്ട് ഈസ് ഒ പി? ഈ നീളം എക്സ് ആണെന്ന് കരുതുക. ഇവിടുത്തെ യൂണിറ്റ് വെക്ടറിനെ നിങ്ങൾക്ക് അറിയാം ഐ ക്യാപ്. വാട്ട് ഈസ് ഒ ക്യൂ? ഈ നീളം വൈ ആണെന്ന് കരുതുക. അവിടുത്തെ യൂണിറ്റ് വെക്ടറിനെ നമുക്കറിയാം ജെ ക്യാപ്. സോ വെക്ടർ ആർ ഇസ് ഇക്വൽ ടു നിങ്ങൾക്ക് ഒന്നുകൂടി വൃത്തിയാക്കി എഴുതാൻ പറ്റുന്നു. ഈ മാഗ്നറ്റ്യൂഡ് ഒ പി എന്ന് പറയുന്ന മാഗ്നറ്റ്യൂഡ് എക്സ് ആണ്, അതിന്റെ ഡയറക്ഷൻ ഐ ക്യാപ് ആണ്. പ്ലസ് ഒ ക്യൂ എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നറ്റ്യൂഡ് വൈ ആണ്, ആ ഡയറക്ഷൻ ജെ ക്യാപ് ആണ്. ഇങ്ങനെ എഴുതുന്നതിനെ പറയുന്ന പേരാണ് റെക്ടാങ്കുലർ കമ്പോണൻസ്. ഇത് അറിയാതെ നിങ്ങൾ എങ്ങനെയാണ് അടുത്ത ഭാഗത്തേക്ക് പോവുക? സോ വെക്ടർ ആർ ഇസ് ഇക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ എന്ന് എഴുതിയാൽ ഇപ്പൊ റെക്ടാങ്കുലർ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്തു. എക്സ് ഡയറക്ഷനിൽ വൈ ഡയറക്ഷൻ. അങ്ങനെ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക, വെക്ടർ ആറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? വെറും ആർ ഇക്വൽ ടു. എങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾക്ക് ഇവിടെ ഇക്വേഷനിലേക്ക് ഒന്നുകൂടി നോക്കുക. ഫൈനൽ ഫോർമുല ഓർമ്മിച്ചാൽ ആദ്യം ഞാൻ കാണിച്ചു തരാം. What is cos theta? Is adjacent side x divided by hypotenuse r. Hypotenuse എന്ന് പറഞ്ഞാൽ r എന്ന് പറഞ്ഞ വെക്ടർ ആണ്, ഈ ഡയഗണൽ ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് വെറും r. So cos theta is equal to x by r, or തിരിച്ചെഴുതിയാൽ r is equal to
സോറി എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്ന് എഴുതാം. സിമിലർലി സൈൻ തീറ്റ എന്താ നോക്കൂ, സൈൻ തീറ്റ opposite side this, that is y എന്ന് പറയുന്ന നീളം divided by hypotenuse is again r, so തിരിച്ച് y is equal to r sin theta. അപ്പൊ x is equal to r cos theta, y is equal to r sin theta. ഓർമ്മയിൽ വെക്കുക, ആരാണ് തീറ്റ? നമ്മളെ വെക്ടർ r x-മായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. അങ്ങനെയാണെങ്കിൽ തീറ്റയുടെ അടുത്തുള്ള കമ്പോണന്റ് ശ്രദ്ധിക്കുക, r എന്ന് പറയുന്ന വെക്ടറിന് തീറ്റയുടെ അടുത്തുള്ള കമ്പോണന്റ് r cos തീറ്റയാണ്. തീറ്റയുടെ അടുത്തുള്ള കമ്പോണന്റ് അല്ലെ, തീറ്റയുടെ അടുത്തല്ലേ, തീറ്റയുടെ അടുത്തല്ലാത്ത പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ്, ഈ എക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ് അതായത് y ഈസ് ആർ സൈൻ തീറ്റയാണ്. അപ്പൊ ഏതൊരു വെക്ടറിനെ നിങ്ങൾക്ക് രണ്ട് റെക്ടാങ്കുലർ കമ്പോണന്റ്സ് ആക്കാം ഇങ്ങനെ, ഒന്ന് കൊസൈൻ കമ്പോണന്റ്, മറ്റേത് സൈൻ കമ്പോണന്റ്. തീറ്റയുടെ അടുത്തുള്ള കമ്പോണന്റ് കൊസൈൻ കമ്പോണന്റും തീറ്റയുടെ അടുത്തല്ലാത്ത കമ്പോണന്റ് സൈൻ കമ്പോണന്റും. ഇത് എവിടെ ആവശ്യം വരും അറിയോ? പ്രൊജക്ടൈൽ മോഷൻ പഠിക്കുമ്പോൾ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ ആണെങ്കിൽ, യു ഇനീഷ്യൽ വെലോസിറ്റി ആണെങ്കിൽ, ഇനീഷ്യൽ ആയിട്ട് യു എന്ന് പറയുന്ന വെലോസിറ്റിയെ യു കോസ് തീറ്റ തീറ്റയുടെ അടുത്തുള്ള കമ്പോണന്റ് ആയിരിക്കും, യു സൈൻ തീറ്റ തീറ്റയുടെ അടുത്തല്ലാത്ത പെർപെൻഡിക്കുലർ കമ്പോണന്റ് ആവും. ഇങ്ങനെ റെക്ടാങ്കുലർ കമ്പോണന്റ്സ് ആയിട്ട് റിസോൾവ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ ആ ഭാഗം അറിയണമെങ്കിൽ ഇത് അറിയാതെ എങ്ങനെ നമ്മൾ പഠിക്കുക? ഫോക്കസ് ഏരിയയിൽ ഇല്ല. അപ്പൊ നിർബന്ധമാണ്, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നമുക്ക് ആവശ്യമുണ്ട് പഠിക്കാൻ. അപ്പോ ഏതൊരു വെക്ടറിനെയും, അപ്പൊ നമുക്ക് ആറിനെ മാത്രമല്ല, ഞാൻ വെറുതെ എക്സാമ്പിൾ കാണിക്കാം. നേരത്തെ പറഞ്ഞ ഇനീഷ്യൽ വെലോസിറ്റി, ദിസ് ഈസ് ഇനീഷ്യൽ വെലോസിറ്റി യു മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ എക്സ് ആക്സിസ്. സോ ഇതാണ് അതിന്റെ എക്സ് കമ്പോണന്റ്. എക്സ് കമ്പോണന്റിന് എക്സ് എഴുതാൻ പറ്റില്ല, അത് പൊസിഷനെ കാണിക്കുന്നത്. വെലോസിറ്റിയെ കാണിക്കുമ്പോൾ യു എക്സ് എഴുതണം. അതിന്റെ വൈ കമ്പോണന്റ് യു വൈ എഴുതണം. സോ വാട്ട് ഈസ് യു എക്സ്? യു എക്സ് ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ എന്ന് എഴുതാം. യു വൈ ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ എന്ന് എഴുതാം. മനസ്സിലാവുക? So vector u is equal to ux I cap plus uy j cap. ഇവിടെ r is equal to xi plus yj എന്നതുപോലെ വെലോസിറ്റി ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ux I cap plus uy j cap, അല്ലെങ്കിൽ vx I cap അല്ലെങ്കിൽ vy j cap, അല്ലെങ്കിൽ ax ആക്സലറേഷൻ ആണെങ്കിൽ ax I cap plus ay j cap. ഇങ്ങനെ എഴുതാൻ സാധിക്കും ഫിസിക്സിലേക്ക് പോകുമ്പോൾ. അതാണ് ഈ മാത്സിന്റെ പ്രയോഗം. ഇപ്പൊ നമ്മൾ ഇത് മാത്രം പറഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ ഓർമ്മയിൽ വരണം. ഏതൊരു വെക്ടറിനെയും ഒരു പ്ലെയിനിൽ രണ്ട് റെക്ടാങ്കുലർ കമ്പോണന്റ്സ് ആക്കാം. ഒന്ന് ഐ ക്യാപ്പ് കമ്പോണന്റ്, മറ്റേ ജെ ക്യാപ്പ് കമ്പോണന്റ്. എക്സ് വൈ പ്ലെയിനിലാണെങ്കിൽ, ഇതേപോലെ വൈ സെറ്റ് പ്ലെയിനിലാണെങ്കിൽ ജെ ക്യാപ്പും കെ ക്യാപ്പും വരും. എക്സ് സെറ്റ് പ്ലെയിനിലാണെങ്കിൽ ഐ ക്യാപ്പും കെ ക്യാപ്പും വരും. എന്താണെങ്കിലും രണ്ട് കമ്പോണന്റ്സ് ഉണ്ടാവും പെർപെൻഡിക്കുലർ ആയിട്ട് എവിടെ? ഒരു പ്ലെയിനിൽ. അത് തീറ്റ ഒരു ആംഗിൾ വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ആ ആംഗിളിന്റെ അടുത്തുള്ള കമ്പോണന്റ് കൊസൈൻ കമ്പോണന്റും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ്, നമ്മളെടുത്ത കൊസൈൻ കമ്പോണന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ്, ഈ കൊസൈനിലായിട്ടുള്ള കമ്പോണന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ കമ്പോണന്റ്, ഈ കൊസൈൻ കമ്പോണന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ കമ്പോണന്റ് വിൽ ബി സൈൻ കമ്പോണന്റുമായിരിക്കും. ഇനി നമുക്ക് വീണ്ടും നോക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്തായിരിക്കും എന്ന് നോക്കുക. എക്സ് ഇസിക്കൽ ടു ആർ കോസ് തീറ്റ, വൈ ഇസിക്കൽ ടു ആർ സൈൻ തീറ്റ. അപ്പൊ രണ്ടും കൂടി സ്ക്വയർ ചെയ്താൽ ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ആർ സ്ക്വയർ കോമൺ ഫാക്ടർ പോയാൽ ബാക്കി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. വാട്ട് ഈസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ? Cos square theta plus sin square theta is 1. So that is r square into 1. So x square plus y square is equal to എന്തായി? x square plus y square equal to r square. Therefore r is equal to root of x square plus y square. Important. അപ്പൊ r എന്ന് പറയുന്ന വെക്ടറിനെ xi plus yj ആയിട്ട് നിങ്ങൾക്ക് റെക്ടാങ്കുലർ കമ്പോണന്റ്സ് ആയിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള വഴി i ക്യാപ്പിന്റെ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ പ്ലസ് j ക്യാപ്പിന്റെ കോഎഫിഷ്യന്റിന്റെ സ്ക്വയറിന്റെ റൂട്ട് കാണുക. ഇവിടെ നിങ്ങൾ എഴുതിയാൽ, ഇങ്ങനെ ഒരു വെക്ടറിനെ എഴുതിയാൽ ux i plus uy j എന്ന് എഴുതിയാൽ വെറും u ഇനീഷ്യൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് u is equal to root of എന്ന് എഴുതും ux സ്ക്വയർ പ്ലസ് uy സ്ക്വയർ എന്ന് എഴുതും. i ക്യാപ്പിന്റെ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ പ്ലസ് j ക്യാപ്പിന്റെ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. ഇവിടെയാണെങ്കിൽ i ക്യാപ്പിന്റെ കോഎഫിഷ്യന്റ് x ആണ്, j ക്യാപ്പിന്റെ കോഎഫിഷ്യന്റ് y ആണ്. അപ്പൊ റൂട്ട് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ആണ് r എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്. കിട്ടിയ വഴിയാണ് ഇത് എഴുതിയത്. അപ്പൊ ഒരു വെക്ടറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? പെർപെൻഡിക്കുലർ കമ്പോണന്റ്സ് ആയിട്ട് റിസോൾവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവരുടെ മാഗ്നിറ്റ്യൂഡ് അങ്ങനെ കണ്ടുപിടിക്കാം. ഈ കൊസൈൻ സൈൻ എന്താണ് കമ്പോണന്റ്സ് എന്നുള്ള ഭാഗം നന്നായിട്ട് ഓർമ്മിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ വായിച്ചോട്ടെ. ഞാൻ ഫോക്കസ് ഏരിയയുടെ വെക്ടേഴ്സ് എന്നുള്ള ഭാഗം ഒറ്റ സമയം കൊണ്ട് തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പണിയാണ്. വെക്ടർ ആർ ഇസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെറ്റ് കെ എന്ന് നിങ്ങൾ എഴുതും. ആർക്ക്? ഒരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ള സ്പേസിലാണ് ഒരു വെക്ടർ റെപ്രസെന്റ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ 2 ഡയമെൻഷണൽ ആയിട്ടുള്ള പ്ലെയിനിലാണ് 2 റെക്ടാങ്കുലർ കമ്പോണന്റ്സ് എങ്കിൽ 3 ഡയമെൻഷണൽ ആയിട്ടുള്ള സ്പേസിൽ 3 റെക്ടാങ്കുലർ കമ്പോണന്റ്സ് ഉണ്ടാവും. എക്സ് കമ്പോണന്റ്, വൈ കമ്പോണന്റ്, സെറ്റ് കമ്പോണന്റ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് വെറും r സമം എന്ത് എഴുതും? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ
പ്ലസ് എക്സ് സ്ക്വയർ. ആരാണ് എക്സ്? ഐ ക്യാപ്പിന്റെ കോഎഫിഷ്യന്റ്. ആരാണ് ജെ? ആരാണ് വൈ? ജെ ക്യാപ്പിന്റെ കോഎഫിഷ്യന്റ്. ആരാണ് സെറ്റ്? കെ ക്യാപ്പിന്റെ കോഎഫിഷ്യന്റ്. അപ്പൊ നിങ്ങൾക്ക് ആരുടെയും മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ഒരു എക്സാമ്പിൾ ചെയ്തിട്ട് നമുക്ക് നോക്കാം. വെക്ടർ എ ഇസ് ഈക്വൽ ടു 2i മൈനസ് ജെ പ്ലസ് 3k. ക്യാപ്പ് ഉണ്ടെന്ന് വിചാരിച്ചോട്ടെ, ഞാൻ എഴുതിയിട്ടില്ലെങ്കിൽ. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് വെക്ടർ? ഇത് എന്ത് വെക്ടർ ആണ്? 3 ഡയമെൻഷണൽ വെക്ടർ ആണ്, മനസ്സിലായി. കാരണം 3 റെക്ടാങ്കുലർ കമ്പോണൻസ് ഉണ്ട്. ഇനി അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ പറഞ്ഞാൽ വെറും എ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യും നിങ്ങൾ? റൂട്ട് ഓഫ് ഐ ക്യാപ്പിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്, 2 സ്ക്വയർ പ്ലസ് ജെ ക്യാപ്പിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ എത്രയാ? 1 അല്ല, -1 ആണ്. അപ്പൊ -1 സ്ക്വയർ ചെയ്യണം, ഐ സ്ക്വയർ എന്നാണ്. ഇവിടെയാണ് തെറ്റിക്കുന്ന സ്ഥലം. മൈനസ് ഇവിടെ ഇടും, പ്ലസ് ഇട്ടിട്ട് -1 ഹോൾ സ്ക്വയർ എന്നാണ്. പ്ലസ് കെ ക്യാപ്പിന്റെ കോഎഫിഷ്യന്റ് 3, അപ്പൊ 3 സ്ക്വയർ. ആൻസർ ഈസ് റൂട്ട് ഓഫ് 4 പ്ലസ്, ഇതൊക്കെ എന്നും തെറ്റിക്കുന്ന സ്ഥലങ്ങളാണ്. 4 -1 എന്ന് എഴുതാറാണ് പതിവ്. അതല്ല, 4 പ്ലസ് 1, -1 സ്ക്വയർ ചെയ്യുമ്പോൾ +1 ആണ്. പ്ലസ് 3 സ്ക്വയർ ഈസ് 9. ഉത്തരം 4 × 5 9 14. റൂട്ട് 14 ആണ് ഉത്തരം. എ എന്ന് പറയുന്ന വെക്ടർ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്താൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ റൂട്ട് 14. ഓക്കെ, വെക്ടർ ബി ഇസ് ഈക്വൽ ടു 2i മൈനസ് 3k. ഇത് ഏത് പ്ലെയിനിലാണ് മക്കളെ? ഏത് പ്ലെയിനിലുള്ള വെക്ടറാ? ഐ ക്യാപ്പും കെ ക്യാപ്പും, അതായത് എക്സ് സെറ്റ് പ്ലെയിനിലുള്ള വെക്ടറാണ്. പ്ലെയിനിലുള്ള വെക്ടറാണ്, കണ്ടോ? സ്പേസിലല്ല, കാരണം 2 റെക്ടാങ്കുലർ കമ്പോണൻസ് ഉള്ളൂ. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് -3 ഹോൾ സ്ക്വയർ. അല്ലെ? ദാറ്റ്സ് ഈക്വൽ ടു 4 ഉം 9 ഉം 13. റൂട്ട് 13 ആണ് ഒരു ഉത്തരം. ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് 13, ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് 14. ഇങ്ങനെ ഏതൊരു വെക്ടറിനെയും റെക്ടാങ്കുലർ കമ്പോണന്റ് ആയിട്ട് കാണിക്കാനും അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് അറിയണം. 1 മണിക്കൂറായി, 5 മണിക്ക് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട്, 4:57. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. ഇനി ഇതില് എനിക്ക് വെക്ടേഴ്സിൽ നിങ്ങളോട് ഒന്നുകൂടി സൂചിപ്പിക്കാനുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ് ആണ്. സ്കാലാർ പ്രൊഡക്റ്റും വെക്ടർ പ്രൊഡക്റ്റും നന്നായിട്ട് അറിയണം. അതെന്തിനാ വെച്ചാൽ ഫോക്കസ് ഏരിയയിൽ ഇല്ലെങ്കിലും സ്കാലാർ പ്രൊഡക്റ്റ് ഓഫ് വെക്ടേഴ്സ് അറിഞ്ഞാലേ നിങ്ങൾക്ക് വർക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് ആണ് വർക്ക്. വെക്ടർ പ്രൊഡക്റ്റ് അറിയുന്ന കുട്ടിക്ക് ആംഗുലാർ മൊമെന്റം ടോർക്ക്, അല്ലെ? ആർ ക്രോസ് പി ആണ് ആംഗുലാർ മൊമെന്റം, ആർ ക്രോസ് എഫ് ആണ് ടോർക്ക്. അപ്പൊ അവിടെ പറയണമെങ്കിൽ ഈ പറഞ്ഞ വെക്ടർ പ്രൊഡക്റ്റ് അറിയണം. വർക്ക് എനർജി പവറിൽ വർക്കിലേക്ക് പോകണമെങ്കിൽ സ്കാലാർ പ്രൊഡക്റ്റ് അറിയണം. അതാണ് ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത. ഫോക്കസ് ഏരിയയിൽ ഇല്ലെങ്കിലും ഇതൊന്നും പറയാതെ ആ ചാപ്റ്ററുകളിൽ ഉള്ള ഫോക്കസ് പോയിന്റ്സ് പഠിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇന്നെടുത്ത വെക്ടേഴ്സിന്റെ ഇത്രയും ഭാഗങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? ഒരു വെക്ടർ, സ്കാലാർ എന്താണ്, അതിന് എക്സാമ്പിൾസ് എന്താണ്, എങ്ങനെയാണ് വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുക, പിന്നെ ഈക്വൽ വെക്ടർ, നെഗറ്റീവ് വെക്ടർ, കൊളീനിയർ വെക്ടർ, കോഇനീഷ്യൽ വെക്ടർ, കോപ്ലാനാർ വെക്ടർ, യൂണിറ്റ് വെക്ടർ, ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടർ. ഇത്രയും വാക്കുകളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. 2 വെക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ ട്രയാങ്കിളിലോ പാരലോഗനലോ ഉപയോഗിച്ച് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല, അതിന്റെ ചെറിയ ചെറിയ അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചെയ്തേ പറ്റൂ. അത് കഴിഞ്ഞിട്ട് 2 വെക്ടേഴ്സ് സബ്സ്ട്രാക്ട് ചെയ്തു കൊണ്ട്, അല്ലെ? ഒരു വെക്ടറിനെ സബ്സ്ട്രാക്ട് ചെയ്യാൻ നെഗറ്റീവ് വെക്ടർ എടുത്ത് ആഡ് ചെയ്തു. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചു. √p² + q² - 2pq cos α p - q ന്റെ മാഗ്നിറ്റ്യൂഡ്. പിന്നെ ഇപ്പൊ പറഞ്ഞ ഏതൊരു വെക്ടറിനെയും ഒരു പ്ലെയിനിൽ 2 റെക്ടാങ്കുലർ കമ്പോണൻസ് ആക്കാം. ഐ ക്യാപ്പ് ജെ ക്യാപ്പോ, ഐ ക്യാപ്പ് കെ ക്യാപ്പോ, ജെ ക്യാപ്പ് കെ ക്യാപ്പോ വെച്ച് കാണിക്കാം. ഒരു സ്പേസിലാണെങ്കിൽ 3 റെക്ടാങ്കുലർ കമ്പോണൻസ് ആക്കാം. അങ്ങനെയാണ് കാണിക്കുമ്പോൾ എങ്ങനെയാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക എന്നറിയണം. നേരത്തെ പറഞ്ഞ പോലെ ഒരു ആംഗിൾ വെച്ചിട്ട്, അത് പ്ലെയിനിൽ മാത്രമേ ഉള്ളൂ, 2 ഡയമെൻഷണൽ ആയിട്ടുള്ള മോഷനിൽ നമുക്ക് ആവശ്യമുള്ളതാണ്. ഒരു ആംഗിൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് കൊസൈൻ കമ്പോണന്റ് സൈൻ കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളത് അറിയണം. അപ്പൊ ഇത്രയും അറിഞ്ഞാലേ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അടുത്ത ദിവസം നമ്മൾ ആ സ്കലാർ പ്രൊഡക്റ്റും വെക്ടർ പ്രൊഡക്റ്റും മിനിമം വേണ്ടത് പറയും. അത് കഴിഞ്ഞ് പ്രൊജക്ടൈൽ മോഷൻ പറഞ്ഞ് അവസാനിപ്പിക്കും. ഒരു ക്ലാസ് കൂടി എടുത്താൽ പ്രോബ്ലംസ് കൂടി കുറച്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you, sir. Thank you, sir. Thank you.